വീട്ടിൽ താമസിക്കുന്ന സാധാരണ ഒരു അമ്മയ്ക്ക് ലളിതാ ത്രിപുര സുന്ദരിയെ പ്രാർത്ഥിക്കണം. എന്താ മാർഗം? ലളിതാ സഹസ്രനാമം വായിച്ചാൽ മതി, സൗന്ദര്യലഹരി വായിച്ചാൽ മതി. അതേ ലളിതാ സഹസ്രനാമം സാധകൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വേറൊരു ഗ്രന്ഥമാണ്, അതിന് വേറൊരു പശ്ചാത്തലമുണ്ട്. പേര് മാത്രമേ ഉള്ളൂ ലളിത. ലളിത എന്ന് പേര് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കുമ്പം അതിന് അതിൻ്റെതായ ക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ നവാവരണ പൂജ പഠിക്കണം എന്ന് ഒരാൾ വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീചക്ര പൂജ പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പം അതിനൊരു സമ്പ്രദായം ശ്രീവിദ്യ, ആ സമ്പ്രദായം ശ്രീവിദ്യയാണ്. അപ്പോൾ അത് ബാല മുതൽ ഷോഡശി വരെ ചെല്ലുന്ന, പിന്നെ മുകളിലേക്ക് പരാഷോഡശിയിലേക്കൊക്കെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്രമാനുബദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഒരു സ്ത്രീയുടെ 10 ഭാവമാണ് 10 മഹാവിദ്യകൾ. ഒരു സ്ത്രീയുടെ ഗർഭകാലം, ആ സ്ത്രീയുടെ ഗർഭാനന്തരകാലം, ഗർഭപൂർവ്വകാലം, സൃഷ്ടി ത്വരയുള്ള സൈക്കിൾ എന്ന് നോക്കിയാൽ സൃഷ്ടിക്കാൻ ത്വരയുള്ള കാലമുണ്ട്. അതായത് പുരുഷ ബീജത്തെ ആഗ്രഹിക്കുന്ന കാലം, അത് കാളികയുടെ, താരയുടെ, ഭുവനേശ്വരിയുടെ ഒക്കെ കാലമാണ്. സൃഷ്ടിക്കാൻ ത്വരയുള്ള കാലം, അല്ലെങ്കിൽ അതിന് ജന്മം കൊടുക്കാൻ ത്വരയുള്ള കാലം, അത് ഭുവനേശ്വരിയുടെയും ഈ പറഞ്ഞ പോലെ ലളിതാ ത്രിപുര സുന്ദരിയുടെയും കാലമാണ്. അതേ സമയത്ത് തന്നെ നമസ്കാരം. തഥാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയും ശിവം മാസികയും സംയുക്തമായി നടക്കുന്ന ശിവം ടോക്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ ഡോക്ടർ ആർ രാമാനന്ദാണ്. സ്നേഹപൂർവ്വം രാംജിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും പ്രോഗ്രാംസൊക്കെ നടത്തുമ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുക ശക്തിയെക്കുറിച്ചിട്ടാണ്, ശക്തി ആരാധന, പ്രത്യേകിച്ച് ദശമഹാവിദ്യ. എന്താണ് ഈ ദശമഹാവിദ്യ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശക്തി ആരാധന എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ശക്തി ആരാധന, എന്തിനു ശക്തി ആരാധന? ശിവനെ മനസ്സിലാക്കാൻ ലോകത്തൊരേ ഒരു മാർഗ്ഗമുള്ളൂ, അത് ശക്തിയാണ്. ശിവൻ്റെ മുഖമാണ് ശക്തി എന്നാണ് വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്നത്. ശക്തി ഇല്ലാതെ ഒരിക്കലും ശിവനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ശിവന് തന്നെ ശിവൻ ആരാണ് എന്ന ബോധം ശക്തിയിലൂടെയാണ് ലഭിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ദശമഹാവിദ്യയെക്കുറിച്ച് പറയാം. പലപ്പോഴും പറയുന്നത് ശിവജ്ഞാനപ്രദായിനി എന്ന ദേവിയെക്കുറിച്ച് പറയാറുണ്ട്. ശിവജ്ഞാനത്തെ അരുളുന്നവളാണ്. ശിവജ്ഞാനത്തെ അരുളുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. നമുക്ക് നമ്മൾ ശിവനാണെന്നുള്ള അറിവുണ്ടാക്കി തരിക, അതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ശിവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ ശിവനാണെന്ന് മനസ്സിലാവുന്നത് ഉയർന്ന തലമാണ്. ശിവൻ ആരാണെന്ന് മനസ്സിലാവുന്നതാണ് ആദ്യത്തെ തലം. അപ്പം ശിവൻ അച്ഛനാണ് എങ്കിൽ അച്ഛൻ ആരാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നാരാ? അമ്മയാണ്. നമ്മൾ പറയാറുണ്ട് അമ്മ ഒരു സത്യവും അച്ഛൻ ഒരു വിശ്വാസവും ആണ് എന്ന്. സത്യത്തിലാണല്ലോ. ഈ DNA ടെസ്റ്റുകളൊക്കെ വന്നതിന് ശേഷമാണ് അച്ഛൻ ഒരു സത്യമായി മാറുന്നത്. എന്നാൽ പോലും ലോകത്തെല്ലാവരും DNA ടെസ്റ്റ് നടത്തിയിട്ടാണോ സ്വന്തം അച്ഛനെ അച്ഛനാണെന്ന് വിശ്വസിക്കുന്നത്? അല്ല. അമ്മയിലുള്ള വിശ്വാസത്തിൻ്റെ പേരാണ് അച്ഛൻ. അമ്മ ചൂണ്ടിക്കാണിച്ചു തന്നു, ഇതാണ് അച്ഛൻ കേട്ടോ. കുട്ടി വിശ്വസിക്കുന്നതാണ് അച്ഛൻ. കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ സത്യം, അനുഭവിക്കാവുന്ന സത്യത്തിൻ്റെ പേര് അമ്മ എന്നാണ്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ ഭാഷയിലും അമ്മ എന്നതിന് തുല്യമായ പദത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം നൽകപ്പെട്ടിരിക്കുന്നത്. കുട്ടിക്ക് അമ്മയിലും വലിയ സത്യമില്ല. അമ്മയാണ് എല്ലാ അറിവും തരുന്നവൾ, അമ്മയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നവൾ, അമ്മയാണ് ആദ്യത്തെ ഗുരു. ആദ്യത്തെ ഗുരു എന്ന് പറയുമ്പം ഗുരുവാണ് നമുക്ക് ഈശ്വരനെ കാണിച്ചു തന്നത്. അപ്പോൾ ഈശ്വരനെ കാണിച്ചു തരുന്നവൾ ആരാണ്? അമ്മയാണ്. ആ അമ്മ ഈശ്വരി തന്നെയാണ്. അതുകൊണ്ട് ശക്തി ആരാധന ലോകം മുഴുവൻ പ്രചാരം നേടിയിരിക്കുന്ന ഒന്നാണ്. ലോകത്തെല്ലാവർക്കും അറിയാം അമ്മയാണ് ആദ്യത്തെ സത്യം. അപ്പോൾ ഈശ്വരന് ഏതെങ്കിലും രൂപം ഉണ്ട് എങ്കിൽ ആദ്യം ആ രൂപം അമ്മയുടെ രൂപം തന്നെയാണ്. അമ്മയുടെ രൂപത്തിലൂടെയാണ് ഞാൻ ഈശ്വരനെ ആദ്യം കണ്ടത്. അമ്മയ്ക്ക് ശേഷമാണ് ഞാൻ ഈശ്വരനെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് ലോകം മുഴുവൻ ശക്തി ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ ശക്തി ആരാധനയിൽ ഒരു വിഭാഗം ആണ് ദശമഹാവിദ്യകൾ. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു 10 വന്നു? ഇപ്പോൾ നമുക്ക് ഒരുപാട് മറ്റു ദേവതകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ 10 വന്നു? എങ്ങനെ ഈ 10 ഒരു ഗ്രൂപ്പായി? ഈ 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പിന്നെയും ഒരു സംശയത്തിന് ഇടയുണ്ട്. ഏതാണ് ഈ 10 എന്നൊരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ പൊതുവിൽ പറഞ്ഞു വരുന്ന 10
നമ്മൾ സാധാരണ നിലയ്ക്ക് പറയുന്ന 10 അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആരൊക്കെയാണ്? കാളി, താര, ഭൈരവി, ഭുവനേശ്വരി, ഷോഡശി, ബഗലാമുഖി, ചിന്നമസ്ത, ധൂമാവതി, മാതങ്കി, കമല എന്നീ 10 പൊതുവിൽ നമ്മൾ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാത്തൊരു ദശമഹാവിദ്യകളുണ്ട്. 14 ഒരു 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 ഗ്രൂപ്പിംഗ് ഉണ്ട്. ദശമഹാവിദ്യകളിൽ തന്നെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ടുള്ള ദശമഹാവിദ്യകളുണ്ട്. പല ട്രഡീഷൻസ്, പല സമ്പ്രദായങ്ങളിൽ പല രീതിയിലുള്ള ദശമഹാവിദ്യകളെ കാണാൻ സാധിക്കും. പക്ഷെ പൊതുവിൽ നമ്മൾ ഈ പറയുന്ന 10 ദേവതകളെ ഭാരതം മുഴുവൻ, വിശിഷ്യ ഭാരതത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ, അസം, ബംഗാൾ തുടങ്ങിയ ഭാഗങ്ങളിൽ ഈ ദശമഹാവിദ്യകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 10ഉം എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്, അത് നിയതമായ ഒരു സംഖ്യയാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ശക്തി ഉപാസനയുടെ വിവിധ ഭാവങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതാണ് യുക്തിപരമായി നല്ലത്. ഇപ്പം ഈ പറഞ്ഞ 10 ദേവതകളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കഥ നല്ല രസകരമായൊരു കഥയാണ്. ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു രസകരമായ കഥയാണ്. കഥ വരുന്നത് ശിവ സതി ആ കഥയുമായി ബന്ധപ്പെട്ടാണ്. സതിയുടെ മരണം, ജീവത്യാഗം, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിയാം. ദക്ഷ പ്രജാപതിയുടെ മകളാണ് സതി. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൊട്ടിയൂർ കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൊട്ടിയൂർ അവിടെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് എന്നൊക്കെ മലയാളികൾക്ക് പൊതുവിൽ പരിചയം, ആ കഥയായിട്ട് നല്ല രീതിയിൽ പരിചയമുണ്ട്. കൊട്ടിയൂർ പോയ എല്ലാവരും ദക്ഷയാഗത്തിൻ്റെ കഥയും സതിയുടെ കഥയും മനസ്സിലാക്കിയിരിക്കും. അല്ലാതെ തന്നെ നമുക്ക് ആ കഥ അറിയാം. ദക്ഷ പ്രജാപതിയും ഭഗവാനുമായിട്ട് ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായിരുന്നു. ചെറുതല്ലാത്തൊരു അസ്വാരസ്യം. ഭഗവാനുണ്ടോയെന്ന് അറിഞ്ഞൂടാ, ദക്ഷ പ്രജാപതിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പ്രജാപതിയെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. ഭഗവാൻ പ്രജാപതിയെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. പോരാത്തതിന് അതുകൊണ്ട് മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു ഭഗവാനായിട്ട്. പക്ഷെ അതും സംഭവിച്ചു. അതിൻ്റെ പേരിൽ വലിയ വലിയ മാനസികമായി ശിവഭഗവാനുമായി വലിയ വിരോധത്തിലായിരുന്നു ദക്ഷൻ. ആ സമയത്താണ് ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും ആ യാഗത്തിൻ്റെ വിവരം മകളായിട്ടുള്ള സതി അറിയുകയും ചെയ്യുന്നു. സതി അറിഞ്ഞ സമയത്ത് ഉടനെ സതി അങ്ങോട്ട് പോകാൻ പുറപ്പെടുന്നു. ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയുന്നു, ഞാനിങ്ങനെ അച്ഛൻ്റെ യാഗത്തിന് പോവാണ്. അപ്പോൾ ഭഗവാൻ ഉടനെ ചോദിക്കുന്നത്, അച്ഛൻ്റെ യാഗത്തിന് നിനക്ക് ക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മകൾ, എല്ലാ മക്കളും പറയേണ്ട ഒരു വാക്കാണ് കേട്ടോ അത്. മക്കൾ ചിലപ്പോൾ ഉയർന്നവരായിരിക്കും, അച്ഛന്മാരർത്ഥം നന്നാവണമെന്നില്ല. എല്ലാ മക്കളും പഠിക്കേണ്ട ഒരു വാക്കാണ്. ആ മകൾ പറഞ്ഞത്, കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോൾ, ഒരു വിശിഷ്ട കാര്യം നടക്കുമ്പോൾ, വിശേഷ അവസരം ഉണ്ടാവുമ്പോൾ അവിടേക്ക് ക്ഷണമില്ലാതെ പോവുക എന്നുള്ളത് മകളുടെ ധർമ്മമാണ് എന്ന് ഭഗവാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാൻ അറിയാമായിരുന്നു അവിടെ പോയാൽ ഉണ്ടായേക്കാവുന്ന അപമാനത്തെക്കുറിച്ച്. ഒരിക്കലും ശക്തി അപമാനിക്കപ്പെടുന്നത് ശിവന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന ഒരു നിശ്ചയം ഭഗവാൻ ദേവിയോട് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ പോവാതിരിക്കാൻ, അങ്ങനെ വിടാതിരിക്കരുതല്ലോ. അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്നെ വിടാതിരിക്കുന്ന എങ്ങനെ? ഒരു പക്ഷേ ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ വലിയൊരു സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെയാണത്. ദേവി ഭഗവാന്റെ 10 ഡയറക്ഷൻസിലും, 10 ദിശകളിലും, മുകളിലും താഴെയും, കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്ക്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള 4 കാർഡിനൽ ഡയറക്ഷൻസ്, 4 ഡയഗണൽ ഡയറക്ഷൻസ്, മുകളിലും താഴെ, അങ്ങനെ 10 ദിക്കിലും 10 ഭാവങ്ങളിൽ ദേവിയുടെ പ്രഭാവം കാണിച്ചു. അങ്ങനെ 10 ഭാഗത്ത് നിന്നുകൊണ്ട് ഭഗവാനെ സമ്മർദ്ദത്തിലാഴ്ത്തി. എന്നെ വിട്ടേ പറ്റൂ എന്ന് സമ്മർദ്ദത്തിലാഴ്ത്തി. അങ്ങനെയാണ് ആ അച്ഛൻ്റെ യാഗത്തിന്, ദക്ഷൻ്റെ യാഗത്തിന് ദേവി പോകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദി ശക്തിയുടെ കാലത്തെ ഒരു പ്രാദുർഭാവം, ശക്തിയുടെ പ്രാദുർഭാവത്തിൽ തന്നെ നമുക്ക് ദശമഹാവിദ്യകളെ കാണാൻ പറ്റും. എന്നാൽ പോലും സതിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രഭാവമായിട്ടാണ് കാണുന്നത്. സതിയെ നമുക്ക് ആദിശക്തിയായിട്ട് കാണാമെങ്കിൽ കാളികയുടെ 10 ഭാവങ്ങളാണ് ദശമഹാവിദ്യ എന്നാണ് പലപ്പോഴും ഭാരതത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലെ ആളുകൾ വിശ്വസിക്കുന്നത്. കാളികയുടെ കാളിക നമ്മുടെ കാളി തന്നെയാണ്. കാളിയുടെ
വ്യത്യസ്തങ്ങളായിട്ടുള്ള 10 ഭാവങ്ങൾ. ആ 10 ഭാവങ്ങളാണ് ദശമഹാവിദ്യകൾ എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഇതിൻ്റെ ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് പോകണം, ഒരു സാധന ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 10നെയും ഒരുമിച്ച് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു വിദ്യയെ ഉപാസിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 10നെ ഒന്നും ഒരുമിച്ച് ഉപാസിക്കാൻ സാധ്യമല്ല. ഉള്ളവരുണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. വലിയ വലിയ യോഗികൾ, മനീഷികളായിട്ടുള്ള ആളുകൾ, സിദ്ധർ, ഇവർക്കൊക്കെ 10 ഉപാസനാ പദ്ധതി ഒരുമിച്ചുണ്ടാവാം. സാധാരണ ഒരു മനുഷ്യന് എല്ലാം കൂടെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിപരമായി പറ്റുന്നൊരു കാര്യമല്ല. അതിൻ്റെ എഫേർട്ട് കൂടുതലാണെന്നാണോ? എഫേർട്ടിൻ്റെ മാത്രമല്ല, സമയം, എത്ര സമയം നമ്മൾ ജീവിതത്തിൽ മാറ്റിവെക്കും. നമുക്ക് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് മുഴുവൻ സമയവും സാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. ആര് ചിന്തിച്ചാലും മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജീവിതം അതിനുവേണ്ടി അർപ്പിച്ച ആളുകൾക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ സാധിക്കാറുണ്ട്. എന്നാൽ തന്നെ സാധന ചെയ്യുന്നവർക്കറിയാം ഒരു ദേവതയുടെ സാധനയ്ക്ക് എത്ര സമയം നമ്മൾ അതിന് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമല്ല. എൻ്റെ ഒരു അടുത്ത ചോദ്യം അതാണ്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് എത്രത്തോളം അനുയോജ്യമാണ് ഈ ദശമഹാവിദ്യാസാധന? ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഗൃഹസ്ഥർക്ക് ഇത് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഗൃഹസ്ഥർക്ക് പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലേക്ക് ഈ സാധന വന്നിട്ടുള്ളത്. തന്ത്രം കൈകാര്യം ചെയ്യുന്ന മഹാശക്തി വിശേഷങ്ങളെല്ലാം ഒരു തരത്തിൽ ഒരു വന്യ സ്വഭാവത്തോടു കൂടിയതാണ്. വന്യം ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ് കേട്ടോ. വനവുമായി ബന്ധപ്പെട്ടാണല്ലോ വന്യം. വന്യ സ്വഭാവത്തോടു കൂടിയാണ്. നിങ്ങളൊരു വന്യമായ ഒരു ശക്തിയെ നിങ്ങളുടെ കയ്യിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ വന്യമായ ശക്തി എന്ന് പറയുന്ന സമയത്ത് വന്യമായ ശക്തിക്ക് അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും അതിന് ഇൻഹറൻ്റായിട്ട്, അതിന് സഹജമായിട്ട് സ്വാതന്ത്ര്യബോധമുണ്ട്. അതാണല്ലോ വന്യജീവിയും പശുവും തമ്മിലുള്ള വ്യത്യാസം. നാട്ടിലെ പശു എന്നുള്ള വ്യത്യാസം കെട്ടിയിട്ട ജീവിയാണ്. എല്ലാ പശുക്കളും കേട്ടോ, നായയും പൂച്ചയൊക്കെ, അതിനൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്താണ്. പൂച്ചയും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തില്ല, നായയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു പരിധിയുണ്ട്. അതേപോലെയല്ല ഒരു കടുവയെ വീട്ടിൽ വളർത്തുന്നത്. അപ്പോൾ ഒരു കടുവയെ വീട്ടിൽ വളർത്തുമ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചില മുൻകരുതലുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് നായയെ വളർത്തുന്നതിലും അഭിമാനം ഉണ്ടാവുക കടുവയെ വളർത്തുമ്പോഴാണ്, അല്ലേ? സാധാരണ നിലയ്ക്ക് പറയുകയാണെങ്കിൽ. അപ്പം സാധ്യമല്ല, എന്നാൽ പോലും ഇപ്പോൾ ഇവിടെ അറബിയയിലൊക്കെ ഈ ഷെയ്ഖുമാരൊക്കെ കയ്യിൽ ചീത്തപ്പുലിയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നത്, അവിടെ അത് അനുവദനീയമാണ്. ഇവിടെ പാടില്ല, ഇവിടെ സ്റ്റാറ്റസ് സിമ്പിളാണ്. അതെന്താണെന്ന് വെച്ചാൽ അത്രയും വന്യമായ ഒന്നിനെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ള അഭിമാനമാണ്. താന്ത്രികൻ ഒരു വീരനാണ്. താന്ത്രികന് സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും വലിയ ശക്തിവിശേഷത്തെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന ഒന്നാണ്. ഈ ചിക്കൻ ഹാർട്ടഡ് സോൾസ് എന്ന് പറയില്ലേ നമ്മൾ, അതായത് ദുർബല ലോല ഹൃദയന്മാർക്ക് പറഞ്ഞ പരിപാടിയല്ല സാധന, തീർച്ചയായിട്ടും അല്ല. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാളെ അതല്ലാത്ത രീതിയിലാക്കാൻ ശക്തി ശ്രമിക്കും, അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ധീരനായിക്കൊണ്ട് ഒരു കടുവയുമായി ഇടപെടുന്ന സമയത്ത് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമോ അതുപോലെയൊക്കെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സാധകൻ മുന്നോട്ട് പോവുക. പക്ഷെ അതിനൊരു പദ്ധതി ഉണ്ടല്ലോ, അത് ടൈം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ, അതിനാണല്ലോ സാധന എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒരാളും ഒരു സർക്കസ് കൂടാരത്തിൽ കടുവയെ കൊണ്ട് അത് കൊണ്ട് നടക്കാൻ ഒരു നിയമാവലികളും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ട്രെയിനിങ് ഉണ്ട്. അയാളാണ് കടുവയെ കൊണ്ടു നടക്കുന്നത്. അത് വെച്ച് വേറൊരാൾ, ഒരു സാധാരണക്കാരനായ ഒരാൾ പെട്ടെന്ന് കടുവയുടെ കൂട്ടിലേക്ക് ചാടിയാൽ കടുവ പിടിച്ച് തിന്നു കളയും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഈ സാധനയുടെ ഒരു ലോകം, ഇപ്പോൾ ഈ പറഞ്ഞ ഇതിനെ ടൈം ചെയ്യുക എന്ന് പറയുന്നത്, അതൊരു സെപ്പറേറ്റ് യൂണിവേഴ്സായിട്ട് നിലനിൽക്കാതെ ഒരു സാധാരണക്കാരന് തൻ്റെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന, ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് ഇത് എങ്ങനെയാണ് ഗുണം വരുന്നത്? അത് രണ്ട് കാര്യമാണ്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഏത് റേഞ്ചിലുള്ള ആളാണ് അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ആവട്ടെ, കമ്പ്യൂട്ടറിൽ പല വലിയ വലിയ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം എൻ്റെ സ്പെസിഫിക് ഇതിലേക്ക് ഞാൻ പോവല്ല, വലിയ പ്രോഗ്രാംസ്. സാധാരണ ഒരു DTP സെൻറ്റർ നടത്തുന്ന ആൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പൈത്തൺ ഉണ്ട്, C++ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോന്നുണ്ടല്ലോ. ഇതൊരു DTP സെൻറ്ററിലെ ആൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആകെ ഒരു MS വേർഡ് ആയിരിക്കും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു Excel ആയിരിക്കും പഠിക്കേണ്ടത്. അയാൾക്ക് അത്ര പഠിച്ചാൽ മതി. അയാളും കമ്പ്യൂട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് അതേ കമ്പ്യൂട്ടറിൽ ഒരു പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വലിയ പ്രോഗ്രാംസൊക്കെ ഉപയോഗിക്കാം.
ഇപ്പം നിങ്ങൾ എവിടെയാണ് ജീവിതത്തിൽ എന്നതിനനുസരിച്ചാണ് നിങ്ങൾ സാധനം തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളൊരു മഹാശക്തിയാണ് കൈവശം വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ വലിയ എന്തോ കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നിങ്ങളുടെ റേഞ്ച്. അല്ല, ഞാൻ ഇങ്ങനെ സാധാരണ നിലയ്ക്ക് ജീവിച്ചു പോവാണ്, ഞാൻ ബ്രഹ്മാണ്ഡ കുണ്ടലിനെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. അപ്പോൾ അയാൾക്ക് സാധാരണ നിലയ്ക്കുള്ള സാധനയും കാര്യങ്ങളൊക്കെ മതി. ആ ഒരു വിവേകം നമുക്കാണ് ഉണ്ടാവേണ്ടത്. ആർക്കാണ് എന്ത് സാധനയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ വളരെ സാധാരണക്കാരനായ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ദശമഹാവിദ്യയിൽ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ദേവത ഏതായിരിക്കും? മഹാവിദ്യയിൽ തന്നെ നമുക്ക് സാധാരണ ജപം, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഷോഡശി, ലളിതാ ത്രിപുരസുന്ദരി അതിശക്തി വിശേഷമുള്ള ഒരു ദേവതയാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള ഒന്നാണ്, രാജമാർഗ്ഗമാണെന്ന് പറയും. ഏറ്റവും ബുദ്ധിമുട്ട് കൂടിയ ഒന്നാണ്. എല്ലാ ഉപാസനകളെ പോലെ തന്നെ ബുദ്ധിമുട്ട് കൂടിയാണ്. കൂടുതൽ ആളുകൾ ആ വഴിക്ക് സഞ്ചരിച്ചു എന്നതുകൊണ്ട് അത് ലളിതാവുന്നില്ല, അത് ബുദ്ധിമുട്ട് കൂടിയാണ്. പേര് മാത്രമേ ഉള്ളൂ ലളിത. ലളിത എന്ന് പേര് മാത്രമേ ഉള്ളൂ. അപ്പം നോക്കുമ്പം അതിൻ്റെതായ ക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പഠിക്കണം. ഇപ്പം നവാവരണ പൂജ പഠിക്കണം എന്ന് ഒരാൾ വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീചക്ര പൂജ പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പം അതിനൊരു സമ്പ്രദായമുണ്ട്, ശ്രീവിദ്യ. ആ സമ്പ്രദായം ശ്രീവിദ്യയാണ്. അപ്പോൾ അത് ബാല മുതൽ ഷോഡശി വരെ ചെല്ലുന്ന, പിന്നെ മുകളിലേക്ക് പരാഷോഡശിയിലേക്കൊക്കെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ക്രമാനുബദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് സഞ്ചരിക്കുന്ന ആരാണ്? സാധകനാവണമെന്നും സാധനയുടെ വഴിക്ക് പോകണമെന്ന ഒരാൾ ഒരു ഗുരുനാഥനെ കണ്ടുപിടിക്കുകയും ആ ഗുരുനാഥനോട് സംസാരിക്കുകയും ആ ഗുരുനാഥൻ തനിക്ക് ഇത് അനുയോജ്യമാണോ എന്ന് നോക്കുകയും അയാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ അയാൾക്കത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയല്ലേ അയാൾ മുന്നോട്ട് പോകുന്നത്. അയാൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ചില നിയമാവലികളൊക്കെ പിന്തുടരേണ്ടതായിട്ടുണ്ട്. അതേ സമയത്ത് വീട്ടിൽ താമസിക്കുന്ന സാധാരണ ഒരു അമ്മയ്ക്ക് ലളിതാ ത്രിപുരസുന്ദരിയെ പ്രാർത്ഥിക്കണം. എന്താ മാർഗം? ലളിതാ സഹസ്രനാമം വായിച്ചാൽ മതി. സൗന്ദര്യലഹരി വായിച്ചാൽ മതി. അതേ ലളിതാ സഹസ്രനാമം സാധകൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വേറൊരു ഗ്രന്ഥമാണ്. അതിന് വേറൊരു പശ്ചാത്തലമുണ്ട്, അതിന് വേറെ തരത്തിലുള്ള പ്രയോഗമുണ്ട്. ഒരമ്മ പാടുമ്പോഴോ, ഒരു സാധാരണ ഒരു വീട്ടമ്മയായ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അമ്മ പാടുന്ന സമയത്തോ അല്ലെങ്കിൽ ജപിക്കുന്ന സമയത്തോ അതൊരു സ്തോത്രകൃതിയാണ്. സൗന്ദര്യലഹരി എല്ലാ ദിവസവും വൈകുന്നേരം സൗന്ദര്യലഹരി ചൊല്ലുന്ന അമ്മമാരില്ലേ, ആളുകളില്ലേ, അവരെന്തായിട്ടത് കാണുന്നത്? അതൊരു സ്തോത്രാവലിയായിട്ടാണ് കാണുന്നത്. ദേവിയെ തന്നെയല്ലേ സ്തുതിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. അതേ സൗന്ദര്യലഹരി പ്രയോഗമായിട്ട് ചെയ്യാം, അത് കുറച്ചും കൂടി കൂടിയ മാർഗ്ഗമാണ്. അതേ സൗന്ദര്യലഹരി ബാഹ്യപ്രയോഗമായിട്ട് ചെയ്യാം, അതേ സൗന്ദര്യലഹരി ആന്തരിക പ്രയോഗമായിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കൂടിയ രീതിയായിട്ട് മാറി. അങ്ങനെ ഒരേ ടെക്സ്റ്റിന് പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതിലെല്ലാ ദേവതയും പ്രാർത്ഥിക്കാം. ഒരാൾ ധുമാവതിയുടെ ക്ഷേത്രത്തിൽ പോയി, ഇപ്പോൾ ബുക്കിമാത, ഉജ്ജയിനിലൊരു ക്ഷേത്രമാണ് ബുക്കിമാത, അവിടെ സാധകന് മാത്രമേ പോവാവോ? അങ്ങനെയല്ല, എല്ലാവർക്കും പോവാം. ഇപ്പോൾ കാമാഖ്യയിൽ പോയി, ധുമാവതിയുടെ ക്ഷേത്രം ഉണ്ട്, അവിടെ സാധകന് മാത്രമേ പോവാവോ? അങ്ങനെയല്ല, അവിടെ എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ സാധകർ പോകുന്നത് ഉദ്ദേശം സാധനയായിരിക്കും. സാധാരണ ആൾ തൊഴാൻ വേണ്ടി പോകുന്നു. ഞാൻ ധുമാവതിയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ രാവിലെ എണീറ്റിട്ട് ധുമാവതിയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. ആർക്കാ എതിര് പറയാൻ പറ്റുക? അമ്മയ്ക്ക് എന്താ തടസ്സമുള്ളത്? ഒരു തടസ്സമില്ല. ലളിതാ ത്രിപുരസുന്ദരിയാണ് ഞാൻ രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ, എനിക്ക് ലളിതാ ത്രിപുരസുന്ദരിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് താരയെ ഇഷ്ടമാണ്, ഞാൻ താരയെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രണ്ട് തരത്തിലും ഇതിനെ കാണാൻ പറ്റും. നമുക്കതിനെ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ദേവതയുടെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിച്ച ഒരു മാർഗ്ഗമാണ് ശ്രീവിദ്യ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോമൺ ആയിട്ട് കാളിയെ കാണാൻ സാധിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ തറകളിലും കാളിയുടെ ഒരു പ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കേരളം കാളിയായിട്ട് ഇത്ര അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഉപാസനാ പദ്ധതിയിലൊന്ന് കാളി തന്നെയാണ്. കേരളത്തിൻ്റെ കാളി, ദക്ഷിണ കാളികയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വങ്കാളത്തിൻ്റെ കാളികയെക്കുറിച്ചല്ല പറയുന്നത്, കേരളത്തിൻ്റെ തനത് കാളി. അത് നമ്മുടെ അത് പണ്ട് കാളിയുടെ കൊറ്റവൈ എന്ന ഭാവത്തിൽ, ഈ പഴയ കാലത്ത് കേരളത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ ഘടന, നെയ്ത്തൽ എന്ന് പറയുന്നൊരു വിഭാഗം, അത് എന്താണ്, കടലോര പ്രദേശമാണ് നെയ്ത്തൽ എന്ന് പറയാം. ഐന്തിണൈ എന്നാ പറയാം, 5 തിണ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. ആ ഐന്തിണയിൽ നെയ്ത്തൽ, പാലൈ, കുറിഞ്ഞി, മരുതം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മലനാട്, ഇടനാട്, തീരപ്രദേശം,
അങ്ങനെ ആ മലനാട് ഇടനാട് തീരപ്രദേശം എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോരോ ദേവതകളുണ്ടായിരുന്നു. 5 ദേവതകൾ, ഐന്തിണയിൽ 5 ദേവതകൾ ഉണ്ടായിരുന്നു. ഈ 5 ദേവതകളിൽ പ്രധാനപ്പെട്ട ഒരു ദേവത, പാലൈ എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദേവതയാണ് കാളി അഥവാ കൊറ്റവൈ. സമരദേവതയായിട്ട് കലിപൂണ്ട് നിൽക്കുന്ന സമരദേവതയായിട്ടാണ് പാലയിൽ കാണുക. പാലക്കൊമ്പ് എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ദേവിക്ക്. കേരളത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് വളരെ വിശേഷം. എന്തിനാ ഈ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത്? ഭൂപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാല മരം നിൽക്കുന്ന സ്ഥലമാണ് പാലൈ. നമ്മുടെ പാലയില്ലേ, അവിടെ ഊഷരമായിട്ടുള്ള ചില സ്ഥലങ്ങളാണ് പാല എന്ന് പേര് വരും. പാലൈ, കുറിഞ്ഞി എന്ന് പേരുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ പാലക്കൊമ്പ് എന്നുള്ളത് അത് നമ്മുടെ വളരെ പ്രാചീനമായിട്ടുള്ള ഒന്നാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പാലക്കൊമ്പിൽ എന്തുകൊണ്ട് കാളി? അപ്പോൾ ആ കാലം മുതലേ നമ്മൾ കാളിയെയും അയ്യപ്പനെയും, കാളിയുടെ കൊറ്റവും അയ്യപ്പൻ്റെ കാവും, ഇത് കേരളത്തിൻ്റെ അതിപ്രാചീനമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് മലനാട്ടിലാണെങ്കിൽ മലാരംഭത്തെ പരദേവത എന്നാണ് പറയുക. മലാരംഭത്തെ പരദേവത. ചില ആൾക്കാർ കാളിയെ തന്നെ നീലിയായി കണ്ടുകൊണ്ട്, കാളികയും നീലികയും. കാളിയും നീലി ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. കാളിക്കും നീലിക്കും തമ്മിൽ ഭേദം പറയാൻ സാധ്യമല്ല. അത് ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ കരിനീലി എന്ന ഭാവത്തിൽ. അപ്പോൾ കാളിയായി, കരിനീലിയായി, നീലിയായി, മലാരംഭത്തെ പരദേവതയായി, കൊറ്റവയായി, കുറുമ്പയായി, ചീർമ്പയായി, ഇങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ ഭൂപ്രകൃതിയിലും പടർന്നു നിൽക്കുന്ന ഒരു വിശ്വാസ പദ്ധതിയാണ് കാളിക. ഇത് ദശമഹാവിദ്യയുടെ കേസിൽ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം കാളിയെ പറഞ്ഞു. ആ കാളി തന്നെയാണോ കേരളത്തിലെ ആരാധിക്കപ്പെട്ടിരുന്ന കാളി? ആ കാളി തന്നെയാണോ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ദേവതാ വിഷയത്തിൻ്റെ കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അവിടെയുള്ള കാളി, ഇപ്പം ശാക്തപ്രമോദം എന്ന് പറയുന്നൊരു ടെക്സ്റ്റ്, വളരെ പഴയ ഒരു തന്ത്രത്തിലെ ടെക്സ്റ്റാണ്. ദശമഹാവിദ്യ ഉപാസനയെ കുറിച്ചൊക്കെ ധാരാളം പരാമർശമുള്ള ഒരു പ്രിൻസിപ്പൽ ടെക്സ്റ്റായിട്ട് കണക്കാക്കി പോരുന്ന ഒരു ടെക്സ്റ്റ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ദേവതാ രൂപത്തിലാണോ കേരളത്തിലെ കാളി എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും ആ കാളികയുമായി തന്നെ ബന്ധം പുലർത്തുന്ന രീതിയിലാണ്. ഇപ്പോൾ ദക്ഷിണകാളിക, വാമകാളിക, അത് ആ 2 കാളി സ്വരൂപങ്ങൾ. അതേ സമയത്ത് തന്നെ മറ്റ് പല, അതായത് അതായത് മല ഭാഗത്തുള്ള കാളിക, ആ ഭാഗങ്ങളിലുള്ള കാളിക, തീരപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാളിക, വനത്തിലെ കാളിക. ഈ കാളികയൊക്കെ ആയിട്ട് തമ്മിൽ എന്ത് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശാലമായിട്ടൊരു ബന്ധമുണ്ട്. ഇതെല്ലാം ഒരേ ശക്തിവിശേഷം തന്നെയാണെന്ന് പറയാം. അല്ലാതെ പെർട്ടിക്കുലർലി ഇത് ഈ കാളികയാണ്, ആ കാളികയാണ് ഇത്, ഈ കാളികയാണ് അതെന്ന് പറയുന്നത് യുക്തിപരമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നീലി അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദശമഹാവിദ്യയിൽ കാണാത്തത്? നീലി ഒരു പെർട്ടിക്കുലർലി ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കണ്ടുവരുന്ന, കേരളം മാത്രമല്ല തമിഴ്നാട്, വിശാല തമിഴകത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം പ്രചാരം നേടിയിട്ടുള്ള ഒരു ദേവതാ സ്വരൂപമാണ് നീലി. അതുകൊണ്ട് നീലി എന്നുള്ള പേരിൽ ദശമഹാവിദ്യകളിൽ കാണുന്നില്ല. ഒരു യക്ഷി സങ്കല്പമായിട്ട് ഇത് ചേർന്ന് പോകുന്നുണ്ടോ? യക്ഷി സങ്കല്പമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയൊക്കെ ആയിട്ടൊക്കെ. അത് ഈ നീലി തന്നെയാണോ? അത് ഒരു വിശാലമായിട്ട് പഠനത്തിൻ്റെ വിഷയമാണ്. അതിനെക്കുറിച്ച് ധാരാളം ആളുകൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നീലി എന്ന് പറയുന്ന യക്ഷി മകനോടുകൂടിയ യക്ഷിയാണ്. ആ യക്ഷിയുടെ സ്വഭാവം ഗർഭിണിയായ യക്ഷിയാണ്. അത് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ നോക്കിയാലും ആ ഗർഭിണിയായ കഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ യക്ഷി സ്വരൂപം തന്നെയാണ് താര എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കാരണം താര ഗർഭിണിയാണ്, താരയുടെ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കർത്തരി കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ടും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആ നീലിക തന്നെയാണ് താര എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. താര തന്നെ ബുദ്ധിസത്തിലൊക്കെ ഒരുപാട് ദേവതയാണല്ലോ. ഈ നീലി ബുദ്ധിസത്തിലുണ്ട്. നീലകേശി എന്ന പേരിൽ ജൈനമതത്തിലേക്കും ബൗദ്ധ സങ്കല്പത്തിലേക്കും നീലിയുടെ സ്വാധീനത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പറയും നീലിയെ ചാത്തനെയൊക്കെ ബൗദ്ധർ സംഭാവന ചെയ്താണ് കേരളത്തിൽ നിന്ന്. അത് തിരിച്ചാണ്, അങ്ങനെയല്ല. കേരളത്തിൻ്റെ തനത് വിശ്വാസ പ്രമാണങ്ങളെ ബൗദ്ധർ നമ്മളുമായി ചേർന്ന് ഒഴുകിയപ്പോൾ അവരുടെ വിശ്വാസ പദ്ധതിയിലേക്ക് ചേർത്തു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ബൗദ്ധ സിസ്റ്റത്തിൽ ഈ ചാത്തനൊക്കെ വരുന്നുണ്ടോ? ചാത്തൻ എന്ന പേരിലല്ലെങ്കിൽ പോലും അതുപോലത്തെ സങ്കല്പങ്ങളിൽ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, താരാദേവിയെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ താര എന്നുള്ള പേര് വളരെ കോമൺ ആണ്. അപ്പോൾ അത് ഈ ദേവതയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ എന്നൊന്ന്. താരയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം കാളികയെക്കുറിച്ച് തന്നെ പറയണം. എന്താണ് കാളിക? അപ്പം ഇത് ഒരു പശ്ചാത്തലം, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദശമഹാവിദ്യകളുടെ ആവിർഭാവം എപ്പോൾ എന്ന് വിദേശ പണ്ഡിതന്മാർക്കൊക്കെ ധാരാളം അഭിപ്രായമുണ്ട്. അവർ പറഞ്ഞ 14-ാം നൂറ്റാണ്ടിന് ശേഷം എന്നൊക്കെയാണ് അവരുടെ ചില റീഡിങ് ഈ വിഷയത്തിലുള്ളത്. വിഷ്ണുവിന് ദശാവതാരം ഉണ്ടായതുപോലെ ശാക്തേയർ ഉണ്ടാക്കിയ ഒന്നാണ്
ദശമഹാവിദ്യകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ദേവതകൾക്ക് കാളി കൃഷ്ണനാണ്, കൃഷ്ണോസ്തു കാളി, രാമൻ താരയാണ് എന്നൊക്കെ പറയാറുണ്ട്. ശ്രീരാമൻ താരയാണ്. അങ്ങനെ ഓരോ ദേവതകൾക്കും ത്രിപുരസുന്ദരി കൽക്കിയാണ്. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഒരു പാരലൽസ് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇവരുടെ പൊതുവിലുള്ള ഒരു ധാരണയാണ് ഈ വൈഷ്ണവ മതത്തിൻ്റെ സ്വഭാവത്തോട് അനുകൂലമായിക്കൊണ്ടൊന്ന് ഉണ്ടാക്കിയതാണ്, ഒരു ഭക്തി സ്വഭാവത്തോട് ചേർന്നുണ്ടാക്കിയാണ് ഈ ദശമഹാവിദ്യകൾ എന്ന് വിദേശ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ദശമഹാവിദ്യകൾ നമുക്ക് സാക്ഷാൽ അങ്ങ് ആ രൂപത്തിൽ കണ്ടിട്ടില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ആ രൂപത്തിൽ ലിഖിതമായിട്ടില്ല എങ്കിൽ പോലും, ദശമഹാവിദ്യകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. ആ തത്വം പഞ്ചകൃത്യങ്ങളാണ്. പഞ്ചകൃത്യപരായണ എന്നൊരു പേര് ചിലപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ വായിച്ചിട്ടുണ്ട്. 5 കൃത്യങ്ങൾ, 3 കൃത്യങ്ങൾ നമുക്കറിയാം: സൃഷ്ടി, സ്തുതി, സംഹാരം. താന്ത്രികർക്ക് 2 കൃത്യങ്ങൾ കൂടി അധികം അറിയാം: തിരോഭാവം, അനുഗ്രഹം. സൃഷ്ടി എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ പറഞ്ഞു വരുമ്പം ശിവസ്വരൂപം സൃഷ്ടിക്ക് തയ്യാറാവുന്നു. സൃഷ്ടിക്ക് തയ്യാറാവാൻ കാരണക്കാരി ആര്? കാളി, അല്ലെങ്കിൽ ആദിശക്തിയാണ്. അപ്പം ശിവശക്തി മേളനാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ഏത് രൂപത്തിലുള്ള മേളനം എന്നുള്ളതാണ് ചോദ്യം. അപ്പം ശിവശക്തി മേളനത്തിൻ്റെ പ്രതീകം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ആണ് പ്രപഞ്ചം. ആ കാളിക ആ ശിവനിൽ നിന്ന് ആദ്യമായി സൃഷ്ടിക്ക് ഒരുമ്പെടുന്നു എന്നുള്ള ആദിശക്തിയുടെ സൃഷ്ടിയുടെ പ്രാദുർഭാവമാണ് കാളിക. അതുകൊണ്ട് നാവ് നീട്ടി നിൽക്കുന്ന കാളിക സാധാരണക്കാരന് നോക്കുമ്പോൾ ഭയാനകമാണെങ്കിലും സാധകന് നോക്കുമ്പോൾ സൃഷ്ടി പ്രതീകമാണ്. സാധാരണക്കാരന് ഇന്നത്തെ പശ്ചാത്തലത്തിലാണ് കേട്ടോ ഭയാനകം. പണ്ട് നോക്കുമ്പോൾ കാളി ഊർവര ദേവതയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കാളിയുടെ ചിത്രം ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കാളിയുടെ ചിത്രം. ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ കാളിയുടെ ചിത്രം കാണിക്കാൻ പറ്റുമോ? പലരും പേടിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ പേടിപ്പിക്കുക. ഭീതി വ്യാപാരികൾ കാളിയുടെ ചിത്രം വീട്ടിൽ വെക്കരുത്. വീട്ടിൽ വെച്ചാൽ എന്തുണ്ടാവും? പണ്ടൊക്കെ നമ്മുടെയൊക്കെ തറവാട്ടിലൊക്കെ കാളിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ലേ? നാവ് നീട്ടിപ്പിടിച്ച കാളിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ലേ? അത് വെച്ചിട്ട് നമ്മുടെ തറവാട്ടിൽ കയറി വരുമ്പോൾ തന്നെ ചിലപ്പോൾ കാളിയുടെ ചിത്രം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അത് ആരും വെക്കുന്നില്ല. കാരണം പേടിപ്പിക്കാൻ. കാളിയുടെ ചിത്രം വെക്കരുത്, കാളി നിങ്ങളെ പിടിച്ച് തിന്ന് കളയും, അല്ലെങ്കിൽ കാളി അങ്ങനത്തെ ദേവതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ. ഇതൊക്കെ പുരോഹിതന്മാരുടെ തട്ടിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയം ഉണ്ടാക്കുക, ആളുകളെ പേടിപ്പിക്കുക. ഇത് ഭയങ്കര പേടിക്കേണ്ട കാര്യമാണ്, ഇതിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കണ്ണു പോവും, കാല് പോവും, കൈ പോവും, വിരൽ പോവും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുക. ഈ ഭീതി വിറ്റ് ജീവിക്കുക. ഭീതി വിറ്റ് ജീവിക്കുന്നതിന് വേണം ഇതെന്താണെന്നൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവൂ എന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഇപ്പോൾ കാളികയെ നമ്മൾ ഒരു കാലത്ത് എങ്ങനെയാണ് ആരാധിച്ചിരുന്നത്? ഊർവര ദേവതയായിട്ടാണ്. എല്ലാ വീടുകളിലും കാളിക്ക് തറയുണ്ട്. കാളി അകത്തൊരു കാളി, മച്ചിലൊരു കാളി, ദേശത്തൊരു കാളി, രാഷ്ട്രമൊരു കാളി, ദേശത്തൊരു കാളി, എൻ്റെ വീട്ടിലൊരു കാളി, മച്ചിലൊരു കാളി, പുറത്ത് നാഗമായൊരു കാളി, നാഗകാളി. എല്ലായിടത്തും കാളിയാണ്. ഈ കാളി എന്താണ്? കാളി സൃഷ്ടി പ്രതീകമാണ്. അതുകൊണ്ട് കാളി എന്താണെന്ന് ലോകം മുഴുവൻ നടന്ന പഠനങ്ങൾ പരിശോധിക്കട്ടെ. കാളി എന്തിൻ്റെ പ്രതീകമാണ്? കാളി സൃഷ്ടിപരതയുടെ പ്രതീകമാണ്. സൃഷ്ടിയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. നല്ല വിളയുണ്ടാവാൻ ആരാണ്? കാളി കാരണം. വയലിൻ്റെ നടുക്ക് എന്താ പ്രതിഷ്ഠ? കാളിയാണ്. ഉദാഹരണം ഉത്രാളിക്കാവ് നോക്കിയാൽ മതി. രുദ്ര മഹാകാളി അല്ലേ? അതെവിടെയുള്ള ഒരു വയലിൻ്റെ നടുക്ക. പല കാവുകളും ഇതുപോലെ. കേരളത്തിലെ എല്ലാ കാവുകളെയും സൂക്ഷ്മമായി നോക്കിക്കോളൂ, വയലിൻ്റെ നടുക്കായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സൃഷ്ടിയുടെ ദേവതയാണ് കാളി, സംഹാരത്തിൻ്റെ അല്ല. അപ്പം സൃഷ്ടിയുടെ ദേവതയായിരിക്കുന്ന കാളി, ആ കാളി സൃഷ്ടി നടത്തുമ്പോൾ കാളിയുടെ പ്രഥമ ക്ലീം ഒരു ബീജമായിട്ട് പറയാമെങ്കിൽ പോലും കാളിയുടെ വളരെ പ്രധാനപ്പെട്ട ബീജത്തിൽ ക്രീം എന്നൊരു ശബ്ദം കേൾക്കാം. ക്രീം ആദ്യത്തെ ശബ്ദമാണ്, പ്രഥമ സ്പന്ദം, ആദ്യത്തെ ശബ്ദമാണത്. ആ ക്രീങ്കാരത്തിൽ നിന്ന്, നാദത്തിൽ നിന്നുണ്ടായതാണ് പ്രപഞ്ചം. ആ നാദപ്രപഞ്ചത്തിൻ്റെ പ്രതിഫലനമാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് ശിവനിൽ നിന്ന് ക്രീങ്കാരത്തോടുകൂടെ കാളിക സൃഷ്ടിയെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശിവനിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുക ആരാണ് എന്നുള്ളതാണ് ചോദ്യം. കാളിക ഗർഭം ധരിച്ചു. അങ്ങനെ ഗർഭം ധരിച്ച കാളികയെ ക്രീങ്കാരത്തോടുകൂടെ കാളി ഗർഭം ധരിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ കേട്ടോ ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൽപ്പനയെ ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കുമ്പോഴാണ് സാധനയാവുന്നത്. പല ആളുകൾക്കും ചോദിക്കുക, അങ്ങനെ ഗർഭം ധരിച്ച് പ്രസവിച്ചാണോ പ്രപഞ്ചത്തെ? യുക്തിവാദികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കുക. അങ്ങനെയല്ല, അത് മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ അതിനെ കൊണ്ടുവരുമ്പോഴാണല്ലോ അത് മനുഷ്യന് ഉപയോഗത്തിൽ വരുന്നത്.
ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തി കൂടിയ ഒന്നാണ് ഇലക്ട്രിസിറ്റി. അത് മിന്നൽ നടിക്കുന്ന സമയത്ത് വളരെ ശക്തിയുള്ളതാണ്. അത് 11 kVയിൽ വലിയ ശക്തികളാണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ ആക്കി മാറ്റുന്നില്ലേ? അതിനാണല്ലോ ടെക്നോളജി എന്ന് പറയുന്നത്. തന്ത്രം അത് അത്തരത്തിലുള്ള ടെക്നോളജിയാണ്. വലിയൊരു ആശയത്തെ മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യന് ഇടപെടാവുന്ന രീതിയിലാക്കി മാറ്റുക. അതുകൊണ്ടാണ് ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ക്രീങ്കാരത്തോടു കൂടെ കാളി ഗർഭം ധരിച്ചിരിക്കുന്ന ആ രൂപം, ഗർഭിണിയായ കാളി, അതാരാണെന്നാണ് ചോദ്യം. ഗർഭിണിയായ കാളിയാണ് താര. ഗർഭിണിയായ കാളിയുടെ രൂപം എന്താണെന്ന് വെച്ചാൽ താരയുടെ രൂപമാണ്. അതുകൊണ്ട് താരയുടെ കയ്യിൽ ഒരു കത്രിക കണ്ടിട്ടുണ്ടാവും. ആ കത്രിക രണ്ടർത്ഥത്തിനുള്ളതാണ്. ഒന്ന്, നമ്മെ സംസാരത്തിലേക്ക്, നമ്മുടെ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത് സംസാരത്തിലേക്ക് താരയാണ് നിക്ഷേപിക്കുന്നത്. അതേ സംസാരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി വൈതരണി കടത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഇതുമായിട്ടുള്ള സംസാര ബന്ധനം അറക്കുന്നതും താരയാണ്. അതുകൊണ്ട് രണ്ടർത്ഥത്തിലും താര മോക്ഷകാരിണിയാണ്, ജീവകാരിണിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ കയ്യിലൊരു കത്രിക കൊടുത്തിരിക്കുന്നു. ഈ താര നമുക്ക് മാത്രമല്ല, നമ്മുടെ പുറത്തേക്ക് ചൈനയിലൊക്കെ ധാരാളം പ്രചാരം, ബുദ്ധിസത്തിലൊക്കെ വരുന്നുണ്ട്. ടിബറ്റൻസ് എല്ലാവരും താരയുടെ മക്കളാണെന്നാണ് വിശ്വാസം. ടിബറ്റിലുള്ള താരയുടെ ചിത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു രൂപമാണ്. ഇവിടെ എല്ലാ താരയും അല്ല, ടിബറ്റിൽ വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള താരയുണ്ട്. ഉഗ്രതാര, നമ്മുടെ സങ്കല്പത്തിൽ ഉഗ്രതാര, നീലസരസ്വതി, ഏകജട എന്നൊക്കെ, ഏകജട, ത്രിജട എന്നൊക്കെ പറയുന്ന ചില, ത്രിജട അത്ര കോമൺ അല്ലെങ്കിൽ പോലും താരയ്ക്ക് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ചീനദേശത്ത് നിന്ന് വന്നാണ് താര എന്നാണ് ഒരു പഠനം പറയുന്നത്. ചീനദേശത്ത് നിന്ന് എങ്ങനെയാണ് ദിവ്യദേശത്തിലേക്ക് വന്നത് എന്നുള്ള പഠനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താര നമ്മളൊരു ഷെയർഡ് ഡീറ്റിയാണ്, നമ്മൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ദേവതയാണ്. ബൗദ്ധരുമായിട്ടും ചൈനയായിട്ടൊക്കെ നമ്മൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ദേവതയാണ് താര. പക്ഷേ ഹിന്ദു താര കുറച്ച് കാളിയെ പോലെ തന്നെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നവക്ക് നീട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ഭാവത്തിലാണ് താരയെ കാണാൻ സാധിക്കുക. പക്ഷേ പ്രേമത്തിൻ്റെ മൂർത്തിയാണ്, പ്രേമാമൃത സ്വരൂപിണിയാണ് താര. ഇപ്പൊ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് അങ്ങനത്തെ രൂപം വേണമെന്നില്ല. ഇപ്പൊ കൃഷ്ണന്റെ പേരിൽ ഒരാൾക്കാരെ പേടിപ്പിക്കുന്നുണ്ടല്ലോ. ഓടക്കുഴലിന്റെ കൃഷ്ണൻ ഓടക്കുഴൽ വെക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു. അതെ, കൃഷ്ണൻ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടയ്ക്ക് ഞാനൊരു ചാനലിൽ ഇദ്ദേഹം രമേശ് പിഷാരടി അത് സംസാരിക്കുന്നത് കേട്ടു. എനിക്കിത് മുമ്പേ ഒരു അനുഭവം ഉണ്ട്. ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ കാണാനില്ല. ഞാൻ കരുതി കുട്ടികളാരും എടുത്തുകൊണ്ടായതായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ കൃഷ്ണൻ്റെ ഓടക്കുഴൽ അവിടെ? അപ്പം അവിടെയുള്ള ആൾ പറയാണ്, അത് ഒരു ഗുരു പറഞ്ഞത്രേ, കൃഷ്ണൻ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ വീട്ടിലുള്ള ഐശ്വര്യമൊക്കെ ഓടക്കുഴലിലൂടെ ഊതി കളയും അത്രേ. ഇയാൾ കഷ്ടപ്പെട്ട ഐശ്വര്യം കൊണ്ടുവരിക, കൃഷ്ണൻ ഇത് ഊതിക്കളയുക, അപ്പോൾ ബുദ്ധിമുട്ടല്ലേ? ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെയാണ് കാര്യം ചെയ്യും, ഓടക്കുഴലിലൂടെ ഊതുന്നതിന് പരിധി ഉണ്ടല്ലോ, മറ്റേത് ഫൂ എന്ന് തന്നെ ഊതിക്കളയല്ലോ. അപ്പോൾ വായ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ ആ പ്രശ്നമില്ല. അയാൾ ഒട്ടിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൃഷ്ണൻ എന്ന് പറയുന്ന മാത്രയിൽ വെറും ഒരു മയിൽപ്പീലി മതി, വെറും ഒരു ഓടക്കുഴൽ മതി നമ്മുടെ മനസ്സിൽ കൃഷ്ണൻ എന്ന സങ്കല്പം ഉണ്ടാവാനെങ്കിൽ ആ മയിൽപ്പീലിയെയും ഓടക്കുഴലിനെയൊക്കെ കൃഷ്ണൻ്റെ എടുത്ത് മാറ്റുന്ന ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം വേറെ ആരുമല്ല, ഇപ്പറഞ്ഞ ഗുരുക്കന്മാർ തന്നെയാണ്. ഇവർ തന്നെയാണ് ഈ ചാനലിലും ഇതിലൂടെയും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ പറയുന്നത്, ഇതിനെയൊക്കെ പേടിക്കണം, ഇതിനെയൊക്കെ മാറ്റണം, മഹാഭാരതം വീട്ടിൽ വെക്കരുത്. മഹാഭാരതത്തിൽ യുദ്ധമാണല്ലോ, ഗീത വീട്ടിൽ വെക്കരുത്, യുദ്ധത്തിനിടയ്ക്ക് പാടിയതാണല്ലോ. രാമായണത്തിൽ മുഴുവൻ ദുഃഖമാണ്, നിങ്ങൾ രാമായണം വീട്ടിൽ വായിക്കരുത്, വെക്കരുത്. ഇപ്പോൾ കർക്കിടക മാസവും രാമായണ മാസമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ആളുകൾ വായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊന്നും വായിക്കാൻ പാടില്ല. ലളിതാ സഹസ്രനാമം വായിക്കരുത്, വശിന്യാദി വാഗ്ദേവതകൾ വീട്ടിൽ വന്ന് ആളെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീതി വിൽക്കുക, അങ്ങനെ ഭീതി വിറ്റ് ജീവിക്കുക. അതൊക്കെ ആർക്ക് വേണ്ടി എടുക്കുന്ന പണിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ സമൂഹത്തിന് എത്രത്തോളം ദോഷമാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എല്ലാവരും ഉപയോഗിക്കാനും ഒക്കെ പഠിക്കുകയാണ് വേണ്ടത്. അറിയാത്തവനെ പഠിപ്പിക്കാനാണ് സമ്പ്രദായം ഉള്ളത്. അങ്ങനെ അറിയാത്തവൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പദ്ധതികളുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കും. അതിൽ അപകടകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെയല്ലേ വേണ്ടത്, അല്ലാണ്ട് ഭയപ്പെടുത്തല്ലല്ലോ വേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് ദശമഹാവിദ്യകളെ കുറിച്ചാണ്. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ കൃഷ്ണനും ഭഗവത്ഗീതയൊക്കെ നമ്മളായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൽ പോലും ആൾക്കാർക്കിടയിൽ ഭീതി പടർത്തുന്നുണ്ട്. അപ്പോൾ തീരെ പരിചിതമല്ലാത്ത ദശമഹാവിദ്യ പോലെയുള്ള വിഷയങ്ങളിൽ എത്രത്തോളം ഭീതി വരുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ അതിനെപ്പറ്റി ആളുകൾ അത് ചെയ്യണ്ടെന്ന് കരുതുവേ. അതാണ് എൻ്റെ കാര്യം. അതായത് പഠിക്കണ്ടെന്ന് കരുതും. എന്തിനാണ് ഇങ്ങനെ അപകടം പിടിച്ച പരിപാടികൾക്കൊക്കെ പോകുന്നത്? അതെന്താ ചെയ്യുന്നത്? സമൂഹത്തിൽ വലിയ ദ്രോഹമാണ് അതൊക്കെ. അത്തരം ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ അത്രയും എന്താ പറയുക, ഈ സമൂഹത്തിനോടൊരു ഒരു 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 ദേഷ്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് എന്താ പറയേണ്ടത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂ, പഠിക്കൂ, പഠിക്കാൻ ശ്രമിക്കൂ. പ്രാക്ടീസ് ചെയ്യൽ രണ്ടാമത്തെ കാര്യമാണ്. മനസ്സിലാക്കൂ, പഠിക്കാൻ ശ്രമിക്കൂ എന്ന് പറയല്ലേ വേണ്ടത്. അങ്ങനെ പോകുന്നവൻ മുന്നോട്ട് പോട്ടെ, അതല്ലേ വേണ്ടത്. ഇതിങ്ങനെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കിയെടുക്കുക, പൗരോഹിത്യത്തിൻ്റെ ദുഷ്ടലാക്കാണ് അതൊക്കെ. എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കിയ കുറച്ച് ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ പറയുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. നമ്മൾ താരയെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ഇനി ഭൈരവിയാണ്. ആ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു ഭീകരതയായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഭൈരവി എന്ന് പറയുന്ന ദേവതയെക്കുറിച്ചൊന്ന് പറയാമോ? ഭൈരവി ഭൈ ര ഭ ര വ എന്ന 3 അക്ഷരാണ്. ഭരണം, രവണം, വമനം. ഭൈരവൻ്റെ ഒരു സ്ത്രീ സ്വരൂപമാണ് ഭൈരവി. അപ്പോൾ കാളിയെ പോലെ താരയെ പോലെ തന്നെയാണ് കാണാനൊക്കെ ഭൈരവി. ശ്മശാന ഭൈരവിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ. ശ്മശാന സാധനയ്ക്ക് ധാരാളമുള്ള ഒരു സമ്പ്രദായമാണ് ഭൈരവി. ഇന്ന് ധാരാളം സാധകരൊക്കെ ഉണ്ട്. എന്നാൽ പോലും മറ്റ് ഉപാസനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലുപ്തപ്രായമായി എന്നൊക്കെ പറയാം ചില ഭാഗങ്ങളിലൊക്കെ. ഈ മഹാവിദ്യ പാരമ്പര്യത്തിലുള്ള ഭൈരവിയാണ് കേട്ടോ പറയുന്നത്, അല്ലാത്ത ഭൈരവി ഉപാസന ഉണ്ട്. ഭൈരവി എന്താണെന്നാണ് ചോദ്യം. എന്താണ് താര ഗർഭം ധരിച്ചിരിക്കുന്നത്? ഇതാണ് ചോദ്യം. താര ഗർഭം ധരിച്ചിരിക്കുന്നത് പ്രകാശവിമർശാത്മകമായ പ്രപഞ്ചമാണ്. പ്രകാശവിമർശാത്മകമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശിവശക്തിയാത്മകമായ പ്രപഞ്ചം. പ്രകാശം ശിവനാണെങ്കിൽ വിമർശം ശക്തിയാണ്. ശിവശക്തിയാത്മകമായ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമാണ് ഭൈരവി. ആ ഭൈരവിയാണ് താര ഗർഭം ധരിച്ചത്. അപ്പോൾ ആ കുഞ്ഞ് ഭൈരവിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 3 കാര്യങ്ങളായി. സൃഷ്ടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സൃഷ്ടി കാളിയുടെ രൂപത്തിൽ, സൃഷ്ടി താരയുടെ രൂപത്തിൽ, സൃഷ്ടി ഭൈരവിയുടെ രൂപത്തിൽ. ആ സൃഷ്ടി പുറത്തേക്ക് വരുന്നത് എന്തായിട്ടാണ്? ഭുവനായിട്ടാണ്. അപ്പോൾ തന്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് 118 ഭുവനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അഭിനവഗുപ്തൻ 118 സമ്മതമായിരിക്കുന്നു. വസുഗുപ്തന് 224 ഭുവനങ്ങളുണ്ടെന്ന് പറയുന്നു. എന്നാൽ പോലും ഈ ഭുവനങ്ങൾ ഒന്നിനുമേലായിക്കൊണ്ടുള്ള ഭുവനങ്ങൾ, ഓരോ തത്വത്തിലും ഭുവനങ്ങൾ. ഓരോ തത്വം എന്ന് പറയുമ്പോൾ ഭൂമി തത്വത്തിൽ ഭുവനങ്ങൾ, ഓരോ കലയിലും ഭുവനങ്ങൾ. ഭൂമി തത്വത്തിൽ നിവൃത്തികലയിൽ ഭുവനങ്ങൾ. അങ്ങനെ ഓരോ തത്വത്തിലും ഭുവനങ്ങളായിക്കൊണ്ട് 118 ഭുവനങ്ങൾ. ആ 118 ഭുവനങ്ങളായിക്കൊണ്ടാണ് സർവ്വപ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത്. ആ 118 ഭുവനങ്ങളെ 118 ഡയമെൻഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ 118 ഭുവനങ്ങളായിക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടി യുടെ തലത്തിൽ നിന്ന് വരുമ്പോൾ സൃഷ്ടി അവിടുന്ന് ഭൈരവി ആയിക്കൊണ്ട്, അത് ഭുവനേശ്വരി ആയിക്കൊണ്ട് പുറത്തേക്ക് ബഹിർനിർഗമിച്ചു പറയേണ്ടതായിട്ട് വരും. ആ ബഹിർനിർഗമിച്ചതിനെ ആ ഭുവനേശ്വരിയാണ് കേരളത്തിൽ ശാക്തേയ സമ്പ്രദായമൊക്കെ. ഈ മച്ചിലൊക്കെ വെച്ച് ആരാധിക്കുന്ന കേരളത്തിലെ മച്ചിൽ ഭഗവതി ആയിക്കൊണ്ട് ഭുവനേശ്വരി ദേവിയാണ് നമ്മൾ ഉപാസന ചെയ്യുന്നത്. കേരളത്തിൽ നല്ല ശക്തമായൊരു പാരമ്പര്യം പാരമ്പര്യത്തിന് ഭുവനേശ്വരി വരിവസ്യ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ കേരളത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് ഭുവനേശ്വരി പാരമ്പര്യം നിലവിലുണ്ട്. കളരിയിലൊക്കെ ഭുവനേശ്വരിയെ പ്രാർത്ഥിക്കുന്ന രീതി, ശാക്തേയം വടക്കൻ കേരളത്തിൽ ശാക്തേയ രീതിയിൽ നല്ല കാര്യമായി ഭുവനേശ്വരി സാധന ശാക്തേയ രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അത് ഈ മദ്യവും മാംസവും ഉപയോഗിച്ചിട്ടുള്ള മകാര പൂജ തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാ ദേവതകൾക്കും മകാര പൂജ തന്നെയാണ്. അതല്ലാത്ത സാധാരണ പൂജ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന സാധാരണ നിലയ്ക്ക് പ്രതിവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് പ്രതിവസ്തുക്കളാണ്. അപ്പോൾ ഭുവനേശ്വരിക്ക് മദ്യവും മാംസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പൂജ ചെയ്യുന്നത് ശാക്തേയ രീതിയിൽ പൂജയുണ്ട് വടക്കൻ കേരളത്തിൽ. വടകരയ്ക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ, വടകരയ്ക്ക് ഭാഗത്ത് കോഴിക്കോടിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ധാരാളം ഭുവനേശ്വരിക്കുള്ള പൂജ ക്രമങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ കേട്ട മറ്റൊരു കാര്യം, ഈ ഭൈരവി സാധന ചെയ്യുന്ന ആൾക്കാർ, ഭൈരവിയുടെ സാധകരൊക്കെ പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാതെ വനത്തിലൊക്കെ വസിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? അത് ഒന്ന്, അതിൻ്റെ സാധനയുടെ ഒരു രീതി, പുറം ലോകമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പാടില്ലാത്ത ചില ക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്. രണ്ട്, പുറം ലോകമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാവുന്ന ചില അവർ വ്യക്തിപരമായി സാധനയ്ക്ക് ഉണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില സാധനയ്ക്ക് ചില ഇടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ഇന്ന സ്ഥലത്തുള്ള ശ്മശാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലെ കാട്ടിലൊന്നും പോയി ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പിന്നെ ചെന്നായ്ക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ശ്മശാനം ഈ സാധനയിലൊക്കെ ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് വരുന്നത്? ശ്മശാനത്തിൻ്റെ സ്വാധീനം ഇതിന് വളരെ വിശാലമായ വിഷയത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ശ്മശാന സാധന, എന്തുകൊണ്ട് കയ്യിൽ കപാലം. ഇപ്പോൾ പ്രാചീനമായി തന്ത്രത്തെ സച്ചിനൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. തന്ത്രം രണ്ടായി പിരിയുമ്പോൾ, ഒന്ന് അതിമാർഗത്തിൻ്റെ മാർഗവും മന്ത്രമാർഗത്തിൻ്റെ മാർഗവുമായി പിരിയുന്ന സമയത്ത് അതിമാർഗത്തിൻ്റെ മാർഗത്തിൽ ട്രാൻസിഡൻ്റൽ പാത്ത്, ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന കാപാലികം എന്ന് പറയുന്നൊരു മതം
ഉണ്ട്. അപ്പോൾ കാപാലികന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഉപാസനാക്രമത്തിൽ തന്നെ കാണുന്നതാണ് മഹാവ്രതം. മഹാവ്രതം എന്ന് പറയുന്നത് എന്താണ്? കയ്യിൽ കപാലം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാപാലിക മതത്തിൻ്റെ കാപാലിക മതം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. വളരെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഭിന്നമായിട്ടുള്ള രീതികളോടുകൂടി പോകുന്ന രീതികളും മാനങ്ങളൊക്കെയാണ് അതിനുള്ളത്. കാപാലികരാവട്ടെ, പാശുപതരാവട്ടെ, കാളമുഖരാവട്ടെ, അങ്ങനെയുള്ള ഒരു വലിയ ഒരു പരമ്പര. അത് സമൂഹവുമായി ഗൃഹസ്ഥർക്ക് പറ്റിയിട്ടുള്ള രീതിയല്ല, ഒരു ശൈവ സന്യാസം എന്നൊക്കെ പറയാവുന്ന സ്വഭാവമാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു സ്വാധീനം കൗളമതത്തിലേക്ക്, ഇതൊക്കെ കൗളാണ്, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചൊക്കെ കൗളമതമാണ്. കൗളമതത്തിലേക്ക് കാപാലിക മതത്തിൻ്റെ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ആ കാപാലിക മതത്തിൻ്റെ സ്വാധീനം കാരണമാണ് കപാലം, ശ്മശാനം തുടങ്ങിയിട്ടുള്ള ഉപാസനാ പദ്ധതികളൊക്കെ കൗളമതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യം വരും. ശ്മശാനം എന്ന് പറയുന്ന ഒരു ഇത് ആവശ്യം വരും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ശ്മശാനം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് തന്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഒഴുക്കിനൊരു തടസ്സമാവുമോ? ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. ഏതാണ് ഗ്രാമ്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. തന്ത്രമാണോ വേദമാണോ ഗ്രാമ്യം എന്നുള്ള ചോദ്യമുണ്ട്. സത്യത്തിൽ എന്താണ് ഉത്തരം? സച്ചിൻ്റെ ഉത്തരം എന്താണ്? എനിക്ക് തോന്നുന്നു തന്ത്രമാണെന്ന് തോന്നുന്നു. ഗ്രാമ്യം അല്ല, തന്ത്രം നാഗരികമാണ്. തന്ത്രം നാഗരികവും വേദം കുറച്ചുകൂടെ അരണ്യവും ഗ്രാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം വേദത്തിൻ്റെ ക്രമത്തിനൊന്നും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ തന്ത്രത്തിന് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. തന്ത്രം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം വെച്ചിട്ട് ആളുകൾ കാട്, ഗ്രാമം, ഉൾപ്രദേശം എന്നൊക്കെ പ്രതീക്ഷിക്കും. ചെന്നായിക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ നാഗരികമായ ദർശനമാണ് തന്ത്രം. കാരണം ഞാൻ പറയാം, ശ്മശാനത്തിൻ്റെ പ്രസൻസ് ആണ് ഒരു കാര്യം. ശ്മശാനം ഗ്രാമത്തിലാണോ ഉണ്ടാവുക, നഗരത്തിലാണോ ഉണ്ടാവുക? നഗരത്തിലാണ് ഉണ്ടാവുക. നഗരത്തിലാണ് ശ്മശാനത്തിൻ്റെ ആവശ്യം, ലാർജർ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഒരു കുടുംബത്തിനൊരു ശ്മശാനമൊക്കെ ഉണ്ടാവും ചിലപ്പം, അതന്നെ ആ കുടുംബത്തിൻ്റെയാണ്. അല്ലെങ്കിൽ മിക്കവാറും ശവസംസ്കാരമൊക്കെ നടക്കുക വീട്ടുവളപ്പിലാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ആണല്ലേ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു എന്നല്ലേ പറയും നാട്ടിലൊക്കെ, നാട്ടിൻപുറത്ത്. ടൗണിൽ വരുമ്പോഴാണ് ശ്മശാനത്തിൽ കൊണ്ടുപോയി എന്ന് പറയുക. അന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്ത്രസാധനങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മഹാശ്മശാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാശിയിൽ മഹാശ്മശാനം മണികർണിക. കാശി ഒരു ജനപദമാണ്. കാശി കേന്ദ്രീകരിച്ച് തന്ത്രത്തിന് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. കാമാഖ്യ അതൊരു ജനപദം പോലെയാണ്. അവിടെ പ്രാഗ് ജ്യോതിഷപുരം, അവിടെ വലിയ ശ്മശാനമുണ്ട്. ആ ഭൂത്നാഥ് ശ്മശാനം കാര്യങ്ങളൊക്കെ, ആ ശ്മശാനത്തിൽ സാധനമുണ്ട്. അപ്പോൾ കാമാഖ്യ കേന്ദ്രീകരിച്ച് സാധനം ഉണ്ടായിട്ടുണ്ട്. താരാപീഠം ഈ പറഞ്ഞ പോലെ ഒരു ക്ഷേത്ര സങ്കേതമാണ്, ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ്, അവിടെ ശ്മശാനമുണ്ട്. അപ്പോൾ ക്ഷേത്രം, ശക്തിപീഠങ്ങളും തദനുബന്ധമായിട്ടുള്ള ശ്മശാനവും ഉള്ളത് നഗരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്ത്രം സ്വാഭാവികമായിട്ടൊരു നാഗരിക ദർശനമാണ്, നാഗരികമായിട്ടുള്ള ഒരു രീതിയാണ് തന്ത്രത്തിന്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആളുകൾ എപ്പോഴും ചിന്തിക്കുക തന്ത്രം കാട്ടിൻ്റെ ഉള്ളിലാണ്, തന്ത്രം ഗ്രാമങ്ങളിലാണ്. അല്ല, തന്ത്രം നഗരങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഭൈരവി, ഭുവനേശ്വരിയെ പറഞ്ഞു. ഇനി തന്ത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ദേവത എന്ന് പറയാം, അത് ശ്രീവിദ്യ, ഷോഡശിയെ കുറിച്ചൊന്ന് പറയാം. അതിൻ്റെ കാരണം ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ള 3 ദേവതകൾ കാളി, താര, ഷോഡശിയാണ്, ത്രിപുരസുന്ദരിയാണ്. അതിൻ്റെ കാരണം രാജാക്കന്മാർ ധാരാളം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ദേവതയാണ് ഷോഡശി. രാജ്യന്തേയം, ശിരോദേയം, നദേയം, ഷോഡശാക്ഷരി. അല്ലേ, രാജ്യം കൊടുക്കുക, ശിരസ് കൊടുക്കുക, പക്ഷെ ഷോഡശാക്ഷരി വിദ്യ മാത്രം കൊടുത്തുകൂടാ. ഇത് രണ്ടും, രാജ്യവും ശിരസും കൊടുക്കുക, അധികാരം ആർക്കാണല്ലേ? രാജാവിനല്ലേ രാജ്യം കൊടുക്കാൻ പറ്റുള്ളൂ. എക്സിക്യൂഷൻ്റെ അധികാരവും രാജാവിനാണ്. ഇത് രണ്ടും രാജാവിനെ കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഷോഡശാക്ഷരി കൊടുക്കരുത്. അപ്പോൾ രാജവിദ്യയാണെന്ന് വരുന്നു. എന്തുകൊണ്ട്? രാജരാജേശ്വരിയാണ് ദേവി. ധാരാളം ആളുകൾ ധാരാളം സഞ്ചരിച്ചിട്ടുള്ള വഴിയാണ് ശ്രീവിദ്യയുടെ വഴി. അതിൽ കായിൽ തുടങ്ങുന്ന അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന, കാ തുടങ്ങിയ അക്ഷരത്തിൽ ആരംഭിക്കുന്ന കാതിവിദ്യ, ഹായിൽ തുടങ്ങിയ ഹാദിവിദ്യ, സായിൽ തുടങ്ങിയ സാദിവിദ്യ, കഹായിൽ തുടങ്ങിയ കഹാദിവിദ്യ, അങ്ങനെയൊക്കെ പല പല പ്രകാരത്തിൽ ദേവിയുടെ രൂപത്തെ ഒരു മന്ത്രസ്വരൂപമാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ബാല ദക്ഷിണ കേരളത്തിലും ദക്ഷിണ ഭാരതത്തിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ദേവതയാണ് ബാല. സിദ്ധരൊക്കെ ഉപാസനയിൽ ധാരാളം ഷോഡശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ബാലയെക്കുറിച്ച്, ബാലൈപ്പെണ്ണെ, വാലൈപ്പെണ്ണെ, വാലൈപ്പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ബാലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുണ്ടലിനി സ്വരൂപമായിരിക്കുന്ന കന്യാകുമാരി അമ്മ ബാലയാണെന്ന് ഉള്ളൊരു സങ്കല്പം ശക്തമായിട്ട് സിദ്ധരുടെ ഇടയിലൊക്കെ കാണാം. അപ്പോൾ ബാലാദേവിയുടെ ഉപാസന വളരെ പ്രസിദ്ധമാണ്. ബാല നേരിട്ട് ത്രിപുരസുന്ദരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശ്രീവിദ്യാ പാരമ്പര്യത്തിന്
ദക്ഷിണ കേരളത്തിലും ഉത്തര കേരളത്തിലും ധാരാളം പ്രചാരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ വലിയ ആളുകൾ, ഭാസ്കർ രായ മക്കിയെ പോലുള്ള വലിയ വലിയ ആൾ, പരശുരാമനെ പോലുള്ള, അഗസ്ത്യനെ പോലുള്ള, ലോപാമുദ്രയെ പോലുള്ള, അപ്പോൾ അഗസ്ത്യൻ്റെ പത്നിയാണ് ലോപാമുദ്ര. ലോപാമുദ്ര വലിയൊരു ഋഷിയാണ് എന്തിൽ ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ. അങ്ങനെ ലോപാമുദ്രയെ പോലുള്ള വലിയ വലിയ ആളുകൾ ആ വഴിക്ക് സഞ്ചരിച്ചത് കൊണ്ട് അതിനൊരു വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ട്. അത് ധാരാളം ആളുകൾ ആ വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് പര്യായമായി പോലും ശ്രീവിദ്യ എന്ന് വന്നിട്ടുണ്ട്. തന്ത്രം പഠിക്കുകയാണെന്ന് ചോദിച്ചാൽ ഉടനെ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ബാല കിട്ടിയോ, ഗണപതി കിട്ടിയോ, ശ്രീവിദ്യയാണോ എന്ന്. അപ്പം ശ്രീവിദ്യ തന്ത്രത്തിന് ഒരു പര്യായമായി പോലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ശ്രീവിദ്യക്ക് കിട്ടിയിട്ടുള്ള വലിയ പ്രചാരമാണ്. ആ വലിയ പ്രചാരം മണ്ഡലികളിലൂടെ, വലിയ പാരമ്പര്യങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ട് ത്രിപുരസുന്ദരി വലിയ പ്രസിദ്ധയാണ്. ത്രിപുരങ്ങളുടെയും സുന്ദരിയായിരിക്കുന്നവളാണ് ത്രിപുരസുന്ദരി. അപ്പോൾ ഈ സമസ്ത പ്രപഞ്ചം അതിൻ്റെ പരമാവധി ഭാവം കാണിക്കുന്നത്, സ്ഥിതിയുടെ ഭാവം, ഏറ്റവും സ്ഥിതമായിരിക്കുന്ന ഭാവം, അതിൻ്റെ എന്താ പറയുക, മാഗ്നാനിമിറ്റി മുഴുവൻ കാണിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ത്രിപുരസുന്ദരിയിലാണ്. രാജരാജേശ്വരി ആയിക്കൊണ്ട്, സർവാഭരണ വിഭൂഷിതയായിക്കൊണ്ട്, പഞ്ചബ്രഹ്മാസനസ്ഥിതിയായിക്കൊണ്ട്, 5 ബ്രഹ്മങ്ങളുടെ മേലെ ഇരിക്കുന്നവളായിക്കൊണ്ട് ത്രിപുരസുന്ദരി പരിലസിക്കുന്നു. അങ്ങനെ അത് സ്ഥിതിയുടെ തത്വത്തെ കാണിക്കുന്നു. അപ്പോൾ സ്ഥിതിതത്വത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ദേവതയെ നമുക്ക് ഈ രൂപത്തിൽ കാണുന്നു. ഈ ത്രിപുരസുന്ദരിയുടെ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട യന്ത്രമാണല്ലോ ശ്രീചക്രം. അപ്പോൾ പലപ്പോഴും ത്രിപുരസുന്ദരിയുടെ പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പോലും ശ്രീയന്ത്രം പ്രതിഷ്ഠിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് മാച്ചായി പോവോ? അതൊരു വലിയ ഇതാണ്. അതിനോട് യോജിച്ച് പോവോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം സാധകർ ധാരാളം ശ്രീവിദ്യാ സാധകരുണ്ടാവും. അപ്പോൾ അവരുടെ ഉപാസനാക്രമം ആ ക്ഷേത്രത്തിലേക്ക് ഉൾച്ചേർക്കും. ഇപ്പോൾ കാളിയുടെ നല്ലൊരു ശതമാനം ക്ഷേത്രത്തിലും കേരളത്തിൽ ശ്രീചക്രം പ്രതിഷ്ഠയുണ്ട്. ശ്രീചക്രം അവിടെ ശ്രീചക്രം ഉണ്ട്, ശ്രീചക്രത്തിന് പൂജ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരത് ത്രിപുരസുന്ദരിയുടെ യന്ത്രമായിട്ടല്ല, ശ്രീചക്രമായിട്ട് തന്നെയാണ് പൂജിക്കുന്നത്. കാളിക്കൊരു യന്ത്രം ഉണ്ടെങ്കിലും അവിടെ ഇതാണ് വെച്ചിരിക്കുന്നത്. കാളിക്ക് യന്ത്രം പലപ്പോഴും ഉണ്ടാവില്ല ഈ ക്ഷേത്രങ്ങളിൽ, എന്നാൽ പോലും ശ്രീചക്രം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രീചക്രം വാസ്തവത്തിൽ ഒരു സാധനയുടെ ഭാഗമായിട്ട് പല ക്ഷേത്രങ്ങളിലും കടന്നുകൂടിയിട്ടുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സാധകൻ്റെ ചില കാര്യങ്ങളാണ്. ഞാൻ ഒരു സാധന ഒരു സ്ഥലത്ത് സ്ഥിരമായി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യും. ഇത് വിപുലമായ പ്രചാരം കിട്ടിയ പദ്ധതിയാണ് ശ്രീവിദ്യ എന്നുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും ശ്രീവിദ്യയുടെ ക്രമം, ശ്രീചക്രം, ഇത്തരം കാര്യങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും വന്നിട്ടുണ്ട്. ശരി, നമുക്കിനി അടുത്ത ദേവതയെക്കുറിച്ച്, ബഗള എന്ന് പറയുന്ന ദേവത ഒരു വ്യത്യസ്ത ഭാവത്തിലുള്ളൊരു ദേവതയാണ്. എന്താണ് ആ? പ്രപഞ്ചം ആരംഭിച്ച സമയത്ത് ക്രീങ്കാരത്തിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു. സ്ഥിതി വരെ എത്തുമ്പോൾ നമ്മൾ കണ്ടു, ത്രിപുരസുന്ദരി എത്തുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ ആ മുഴുവൻ പ്രഭാവത്തോടു കൂടെ പരിലസിക്കുന്ന കണ്ടു. ഇനി ഇതിൻ്റെ ഒടുക്കാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി, അപ്പോൾ സംഹാരത്തിലെ ആദ്യത്തെ തത്വം വാസ്തവത്തിൽ ബഗലയായിട്ട് കാണണം. കാരണം ബഗലയുടെ രൂപം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അസുരൻ്റെ നെഞ്ചിൽ കാല് ചവിട്ടി പിടിച്ച് നാവ് പുറത്തേക്ക് വലിച്ചു പിടിച്ച് തലയ്ക്ക് ഗത കൊണ്ട് അടിക്കുന്ന രൂപമാണ് ബഗലയ്ക്കുള്ളത്. നാവാണ് അടക്കുന്നത്, നാവടക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നാവടക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം അടക്കുക എന്നുള്ളതാണ്. ശബ്ദത്തിൽ ആരംഭിച്ച പ്രപഞ്ചം ശബ്ദത്തിൽ അടങ്ങി എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ശബ്ദത്തിൽ ആരംഭിച്ചത് ശബ്ദത്തിൽ അടങ്ങുകയാണ്. ആ രൂപമാണ് ബഗലയ്ക്കുള്ളത്. മാത്രമല്ല അതൊരു സന്ധ്യയാണ്. അതായത് സ്ഥിതി കഴിഞ്ഞ് സംഹാരത്തിലേക്ക് കടക്കുന്ന സന്ധ്യയാണ്. അതുകൊണ്ട് ബഗലയുടെ നിറം മഞ്ഞ നിറമാണ്, സാന്ധ്യശോഭയാണ്. സന്ധ്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു പീത നിറമുണ്ട്. ആ സാന്ധ്യശോഭയിലാണ് ബഗല പരിലസിക്കുന്നത്. ദത്യാല പീതാംബര പീഠം മധ്യപ്രദേശിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ദത്യ. അവിടെ ബഗലയ്ക്ക് വലിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അതിൻ്റെ പ്രത്യേകത, ഒരിക്കൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായ സമയത്ത് ആ ചൈന ഗവൺമെൻറ് ഒരു കാരണവുമില്ലാതെ പിന്നോട്ട് വലിഞ്ഞു. അവർക്ക് എല്ലാ അഡ്വാൻറ്റേജും ഉണ്ടായിട്ട് പോലും അവരൊരു കാരണമില്ലാതെ പിന്നോട്ട് വലിഞ്ഞു. അതിൻ്റെ കാരണം ദത്യയിലെ ഗുരുജിയുടെ ഒരു ഇടപെടലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ജവഹർലാൽ നെഹ്റു ഒക്കെ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ദത്യയിലെ പീഠം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പീഠമാണ്. അപ്പോൾ ബഗലയുടെ തത്വം അതാണ്. ബഗല സംഹാരത്തിൻ്റെ ആദ്യത്തെ തത്വമാണ്. ആ തലയ്ക്കാണ് അടി. നാവടങ്ങിയാൽ പിന്നെ തലയ്ക്കാണ് അടി. പിന്നെ ഈഗോ ആണില്ല, തലേന്നാണല്ലോ അതൊക്കെ പുറപ്പെടുന്നത്, പിന്നെ തലയ്ക്കാണ് അടി. ആ തലയ്ക്കുള്ള അടി നമുക്ക് ഇവിടെ വളരെ കൃത്യമായിട്ട് ചിഹ്നാവസ്ഥയിൽ കാണാം. ചിഹ്നമുണ്ട, തലം അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. തലയില്ല, തല കയ്യിൽ പിടിച്ചിരിക്കുക ചിഹ്നമുണ്ട. കാരണം കഴുത്തിൽ നിന്ന് വിട്ടുപോയി. ആ കഴുത്തിൽ നിന്ന് വിട്ടുപോയ തലയെ
ചിന്നമുണ്ട പിടിച്ചിരിക്കുകയാണ്. അടുത്ത് 2 ഡാക്കിനികൾ, വർണ്ണിനിയും ഡാക്കിനിയായിട്ടുള്ള 2 ദേവതകൾ ആ കഴുത്തിൽ നിന്ന് വരുന്ന ആ ധാരാപ്രവാഹത്തിൻ്റെ, രക്തത്തിൻ്റെ ധാരാപ്രവാഹത്തിലെ 2 ധാര, ഇടയെയും പിങ്കളെയും അവർ കഴിക്കുന്നു. ആ സുഷുമ്നാം ധാരയെ എന്താണ് ചിന്നമസ്തയുടെ ശിരസ് അത് കഴിക്കുന്നു. പലപ്പോഴും നമുക്ക് ഈ പല തരത്തിലുള്ള ദേവതയെ പറയണ്ട, ആനയുടെ തലയുള്ളതും കുരങ്ങന്റെ തലയുള്ളതും ഒക്കെ തലയില്ലാത്ത- തല തന്നെ ഇല്ലാത്തൊരു ദേവത, അതെ, ഒരു അതെ. വ്യത്യസ്ത ഒരു രൂപമാണ്. മാത്രമല്ല നിൽക്കുന്നത് രതിമന്മഥന്മാരുടെ മേലെയാണ്. നിത്യമായ രതിമന്മഥന്മാർ, നിത്യരതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രതിമന്മഥന്മാരുടെ മേലെ ചവിട്ടിയാണ് ചിന്നമസ്ത നിൽക്കുന്നത്. അപ്പോൾ യോഗത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. കാമത്തിൽ നിന്ന് ആരംഭിച്ച പ്രപഞ്ചം കാമത്തിൻ്റെ ഒടുക്കത്തിൽ യോഗത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രതീകം അവിടെ ചിന്നമസ്തയുടെ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഇതാണ്. രജരപ്പ എന്ന് പറഞ്ഞ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്കറിയാം, ധാരാളം കാര്യങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രമാണ്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഒരിക്കൽ ഇന്ത്യ ഒരു ക്രിക്കറ്റ് കളിയിൽ ജയിക്കാൻ വേണ്ടി അവിടെ ഒരു 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 വഴിപാട് നേർന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു ആ കാലത്ത്. ഇത് ബലിയുള്ള ക്ഷേത്രമാണ്, ബലിയുള്ള ക്ഷേത്രമാണ്. അപ്പം രജരപ്പയിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ വലിയ വലിയ ശക്തിമത്തായിട്ടുള്ള പ്രഭാവം ചെലുത്തുന്ന ദേവതയാണ് ചിന്നമസ്ത. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബൗദ്ധരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന ഒരു ദേവതയാണ്. ബൗദ്ധരുടെ സങ്കല്പത്തിലും ചിന്നമസ്തയെ അവരുടെ വജ്രവാരാഹിയായിട്ടും പല രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു ഗൃഹസ്ഥന് പറ്റുന്ന ഒരു പദ്ധതിയാണോ ചിന്നമസ്ത പദ്ധതി? ഗൃഹസ്ഥന് പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥൻ അതിന് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ള പോലെ ഇരിക്കും. സാധാരണ നിലയ്ക്കൊരു ഗൃഹസ്ഥന് ബഗലയും ചിന്നമസ്തയൊന്നും സാധാരണ നിലയ്ക്ക് ഒരാളും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരും വാങ്ങാറുമില്ല, അങ്ങനെ ആർക്കും കൊടുക്കാറുമില്ല, ആരും കൊടുക്കാറില്ല. അങ്ങനെ ആരും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഒരു പരമ്പരയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആരും ചെയ്യുന്നുണ്ടോയെന്ന്. അങ്ങനെ സാധാരണ നിലയ്ക്ക് അങ്ങനെ ആരും ചെയ്യാറില്ല. തന്ത്രത്തെക്കുറിച്ചൊന്നും അറിയാത്ത വിഡ്ഢികളൊക്കെ ചിലപ്പം അത് കൊടുത്തു എന്ന് പറയുകയും വാങ്ങിയെന്ന് പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ സാധാരണ നിലയ്ക്ക് അങ്ങനെ ആരും ചെയ്യാറില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം പൂർത്തിയായി എന്ന് വിചാരിക്കുന്നു. ഇനി താന്ത്രികർക്ക് മാത്രം അറിയാവുന്ന ആ 2 കാര്യങ്ങൾ, തിരോഭാവവും അനുഗ്രഹം, അതെന്താണ്? ശിവൻ എന്ന് പറയുന്ന തത്വവും ശക്തി എന്ന് പറയുന്ന തത്വത്തിൻ്റെയും മേളനാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശിവതത്വത്തെ പ്രകോപിപ്പിച്ചാണ് ശക്തിതത്വം പ്രപഞ്ച സൃഷ്ടി ഉണ്ടാക്കുന്നത്. നിത്യപരിണാമത്വരയോടിയിരിക്കുന്ന ശക്തി ശിവതത്വത്തെ കൂടെ ചേർത്താണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത്. തന്ത്രത്തിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച ഒരാൾക്കത് മനസ്സിലാവും, എങ്ങനെയാണ് സംഭവിക്കുന്നത്. നാദം, ബിന്ദു, കല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലാവും. ഇവിടെ നമ്മൾ മാതൃകാചാരമൊക്കെ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, ശിവൻ തൻ്റെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ശിവൻ തൻ്റെ സ്വരൂപത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ ശിവന് തോന്നി, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഉന്മേഷം ഉണ്ടായത്, ഉന്മേഷം, സന്തോഷം, ഇങ്ങനെയാണല്ലേ ഞാൻ എന്നുണ്ടായി. രണ്ടാമത് തോന്നി ഊനത്വമാണ്, ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്. ശിവനൊരു ഉൾവലിയലുണ്ട്. ആ ഉൾവലിയുന്ന ഭാവത്തെ നമ്മൾ തിരോഭാവം എന്നാണ് പറയുക. അമൃതകല എന്നാണ് പലപ്പോഴും തന്ത്രത്തിൽ, മാതൃകാചാരത്തിൽ അമൃതകല എന്നാണ് പറയാറുള്ളത്. അമൃതകല, ശിവൻ്റെ സ്വഭാവത്തിലേക്ക് ഉൾവലിയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ശക്തി മാത്രം ബാക്കിയാവുന്നു, ശക്തി പുറത്ത് ബാക്കിയാവുന്നു. ആ ബാക്കിയാവുന്ന ശക്തിക്കൊരു ഉഴലുണ്ട് ഉള്ളിൽ. അതെന്താ? ശിവതത്വം എവിടെ എന്ന് കാണാത്ത, പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കാണാതെയാവാണ്. ഒരു വൈധവ്യമാണ്. ആ വൈധവ്യത്തെ എങ്ങനെ മൂർത്തമായി നമുക്ക് ചിത്രണം ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ധൂമാവതിയുടെ രൂപത്തിലാണ് ചിത്രണം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൂമാവതി ഒരു വിധവയാണ്. വെള്ള സാരി കൊടുത്ത് നരച്ച്, എന്തുകൊണ്ട് നരച്ചു, എന്തുകൊണ്ട് ചുളിഞ്ഞു? വിരഹദുഃഖത്തിൻ്റെ പ്രാണവേദന കൊണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാക്കയാണ്, കാക്ക വലിക്കുന്ന തേരാണ്. കയ്യിലൊരു മുറവും ചൂലുമാണ്, അടിച്ചു വരുന്ന കുപ്പയൊക്കെ ആ മുറത്തിലേക്കാണ് ഇടുക. അതെന്തിനാന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരെ മേലേക്ക് എറിയാനാണ്. ഇപ്പം ജ്യേഷ്ഠ ഭഗവതിയുടെ ഒക്കെ ഒരു സ്വഭാവം, അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യമാണ്. കാരണം ഈ വിരഹദുഃഖത്തിൻ്റെ ദേഷ്യമാണ്. ചീത്തയല്ലാതെ വിളിക്കില്ല, ഭർത്സിക്കുന്നവളാണ്, ചീത്ത മാത്രമേ വിളിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യ ദുർഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമായിട്ടാണ് ധൂമാവതിയെ കാണാൻ പറ്റുക. അങ്ങനെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക് അടുത്തേക്ക് പോകാൻ തോന്നില്ല. ആ രൂപത്തിൽ തിരോഭാവത്തിൻ്റെ എല്ലാവിധ വ്യഥകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേവി നിൽക്കുന്നത്. ആ ധൂമാവതിയെ നോക്കി, നീ എൻ്റെ പ്രേയസിയാണ്, നീ എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയാൻ ഒരു സാധകന് സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് വീരൻ. ആ സാധനയാണ് തന്ത്രം വീരസാധന എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ധൂമാവതി, ധൂമാണ്,
മറഞ്ഞതാണ്, എല്ലാം ധൂമത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അവിടെ ആ മറഞ്ഞിരിക്കുന്ന ഭാവമാണ് ധൂമാവതിയുടെ ഭാവം. ഇങ്ങനെയുള്ള എല്ലാ മോശം ഗുണങ്ങളുടെയും രൂപമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഉപാസകൻ ഉപാസനാമൂർത്തിയായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ധൂമാവതിയെ ഉപാസിച്ചാൽ ഈ ഗുണങ്ങളല്ലേ അയാൾക്കും കിട്ടുക? അയാൾക്ക് അതിനെ ട്രാൻസെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പം ദേവി ഏറ്റവും സമാധാനപരമായി, അല്ലെങ്കിൽ ദേവി ഏറ്റവും അതിൻ്റെ പ്രഭാവം കാണിക്കുന്ന ഭാവം ആ ദേവിയുടെ ഏറ്റവും നല്ല ഭാവത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ്. ഇടപെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ദേവതകളുടെയൊക്കെ സ്വഭാവം സാധകന് വന്ന് ഭവിക്കും, അതിൽ സംശയമില്ല. ഇപ്പോൾ കാളി സാധകർക്ക് ഉണ്ടാകുന്ന ചില സ്വഭാവവിശേഷങ്ങളുണ്ട്, താരാസാധകർക്ക് ഉണ്ടാകുന്ന ചില സ്വഭാവവിശേഷങ്ങൾ. താരാസാധനയുടെയൊക്കെ ഏറ്റവും വലിയ സ്വഭാവവിശേഷം പ്രേമാണ്. സമസ്ത പ്രപഞ്ചത്തിനോട് പ്രേമാണ്, പ്രേമാമൃത ഭാവമാണ്. അപ്പം അതുപോലെ ഓരോന്നിനും അതല്ലാത്ത വികാരമാണ് നമുക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്, അത് യഥാർത്ഥ രീതിയിലല്ല പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ത്രിപുരസുന്ദരി ലോകവശ്യമാണ്, സർവ്വലോകവശ്യമാണ് ത്രിപുരസുന്ദരിയുടെ ഭാവം. കാളിയുടെ സൃഷ്ടിപരതയാണ്. അങ്ങനെ ഓരോ ദേവതയ്ക്ക് ഓരോ സ്വഭാവമുണ്ട്, ആ സ്വഭാവമാണ് പ്രതിഫലിക്കുക. അപ്പോൾ ധൂമാവതിയുടെ വാസ്തവത്തിൽ എന്താണ് പ്രതിഫലിക്കുന്നതെന്ന് വെച്ചാൽ ശിവനോടുള്ള ത്വരയാണ്. സാധകൻ്റെ ഉള്ളിൽ വൈരാഗ്യം ഉടലെടുക്കുകയും ഈശ്വരനോട് ചേരണം എന്നുള്ള അതിശക്തമായ ത്വര ഉണ്ടാവുക ചെയ്യുക. ഒരു വൈരാഗ്യയുടെ ഭാവം ഉണ്ടാവുക. മലയാളത്തിലെ വൈരാഗ്യമല്ല, സംസ്കൃതത്തിലെ വൈരാഗ്യം. നേരെ മറിച്ച് വൈരാഗ്യമാണ്, ദേഷ്യമാണ്. ഞാൻ ധൂമാവതിയുടെ സാധകനാണ്, അതിനെക്കൊണ്ട് ഞാൻ ദേഷ്യം പിടിക്കും, കല്ലെടുത്തെറിയുന്നൊക്കെ പറഞ്ഞാൽ അടി കിട്ടാത്തതിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അത് ഒരു സ്ഥലത്ത് നിന്ന് അടി കിട്ടിയാൽ അത് മാറും. അപ്പോൾ ധൂമാവതിയുടെ ഇതല്ല, അവനവൻ്റെ ഉള്ളിലെ മനോവൈകൃതമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ധൂമാവതി അല്ല, അത് ധൂമാവതിയുടെ വൈരാഗ്യമാണ്. എല്ലാത്തിനോടും വിരക്തി, ഈശ്വരനോട് മാത്രം, ഈശ്വരനോട് ചേരണം എന്നുള്ള ചിന്ത. അതാണ് ധൂമാവതിയുടെ യഥാർത്ഥ ലക്ഷണമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം കഴിഞ്ഞു. അഞ്ചാമത്തെ കൃത്യം അനുഗ്രഹമാണ് ഏറ്റവും ഉയർന്ന തത്വം. അനുഗ്രഹം സർവ്വപ്രപഞ്ചത്തിൻ്റെയും എന്താ പറയുക, യഥാർത്ഥ ഭാവത്തെ കാണിക്കലാണ്. യഥാർത്ഥ ഭാവം ശിവത്വമാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ഏത് രൂപത്തിൽ പ്രകടിതമാകുന്നു? അപ്പോൾ അഭിനവഗുപ്തൻ പറയുന്നുണ്ട്, നൗമിച്ചിത് പ്രതിഭാം ദേവീം പരാം ഭൈരവ യോഗിനിയും. ചിത് പ്രതിഭയുടെ പ്രകാശനാണ്, പ്രതിഭാശക്തിയുടെ പ്രകാശനാണ് സംഭവിക്കുന്നത്. മായാശക്തി കാരണമാണ് ഇത്രയും നേരം ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി വന്നെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി പ്രതിഭാശക്തിയുടെ പ്രകാശനാണ്, ശക്തിയുടെ പ്രകാശനാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാതങ്കി എന്ന് പറയുന്ന ദേവതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മാതങ്കി വളരെ വിശേഷപ്പെട്ട ഒരു ദേവതയാണ്, താന്ത്രിക സരസ്വതി എന്ന് വിളിക്കുന്ന ദേവതയാണ്, സർവ്വ കലകളുടെയും ആധാരമായിരിക്കുന്നവളാണ്. ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ നമുക്ക് മഹാമന്ത്രിണിയാണ്, സദാസമയം വീണ മീട്ടിക്കൊണ്ടിരിക്കുന്നവളാണ്. സരസ്വതിയുടെ ഏറ്റവും ഉയർന്ന ഭാവമായിട്ടാണ് മാതങ്കിയെ കാണാൻ സാധിക്കുന്നത്. അതേ മാതങ്കിയെ തന്നെ നമുക്ക് ഉച്ഛിഷ്ട ചാണ്ടാലിയായിട്ടൊക്കെ ചില ക്രമങ്ങളിലൊക്കെ കാണാൻ പറ്റും, വാമമാർഗത്തിൽ ഉപാസിക്കപ്പെടുന്ന രീതിയിലൊക്കെ കാണാൻ സാധിക്കും. ഒരു ക്രമമായിട്ടൊക്കെ ഉച്ഛിഷ്ട ചാണ്ടാലിയായിട്ടും രാജമാതങ്കിയുടെ രൂപങ്ങളായിട്ടും എല്ലാ ഭാവത്തിലും കാണാൻ സാധിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ മാതങ്കിയെ നോക്കുന്നത് സർവ്വകലകളുടെയും ആധാരഭൂമിയായിട്ടാണ്. അതുകൊണ്ട് പ്രപഞ്ചം അതിൻ്റെ അയഥാർത്ഥമായ ആവിഷ്കാരത്തിൽ നിന്ന് യഥാർത്ഥമായ പ്രതിഭാശക്തിയുടെ വിലാസത്തെ കാണിക്കുന്നതാണ് മാതങ്കി. അതുകൊണ്ട് കലകളുടെ പ്രകാശനാണ് മാതങ്കി ദേവിയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മാതങ്കിയുടെ സാധകനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം തന്നെ അയാൾക്ക് കവിത്വം ഉണ്ടാവുക, അയാൾക്ക് വാക്സിദ്ധി ഉണ്ടാവുക, അയാൾക്ക് സംസാരത്തിൽ എന്താണ് പറയുക, ചാതുര്യം മോശാർത്ഥത്തിലല്ല, സംസാരത്തിൽ ചാരുത ഉണ്ടാവുക. ചാതുര്യം എന്നുള്ള വാക്ക് ശരിയില്ല, വാക്ചാരുത ഉണ്ടാവുക, വാക്ചാതുര്യമല്ല, വാക്ചാരുത ഉണ്ടാവുക. ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ മാതങ്കി ദേവിയുടെ ഉപാസകനായിരുന്നു എന്ന് പറയാറുണ്ട്. ശാരിക പൈതലെ എന്ന് വിളിച്ചത് കിളിപ്പാട്ട് ആവുന്നത് മാതങ്കിയുടെ കയ്യിലൊരു തത്ത ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ തത്തയാണ് ശാരിക പൈതലായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എഴുത്തച്ഛൻ മാതങ്കിയുടെ വലിയ ഉപാസകനായിരുന്നു എന്ന് പറയാറുണ്ട്. ശ്രീവിദ്യാ സാധകനായിരുന്നു. ഹരിനാമ കീർത്തനത്തിലൊക്കെ ശ്രീവിദ്യയുടെ സ്വാധീനം ധാരാളം കാണുന്നുണ്ടല്ലോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ ഈ കിളിപ്പാട്ട് എന്ന് പറയുന്നത് കാണുന്നത് ഈ കിളി മാതങ്കിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കലാകാരന്മാർ അങ്ങനെയുള്ള വിഷയങ്ങളിൽ വ്യാപരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഒരു ദേവത മാതങ്കിയാണ്. മാതങ്കി അങ്ങനെയാണെങ്കിലും സാധന നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കഠിനങ്ങളായിട്ടുള്ള മാർഗങ്ങളൊക്കെ അതിനും ബാധകമാണ്. ഈ തത്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മീനാക്ഷിയുടെ കയ്യിൽ ഒരു മീനാക്ഷിയും മാതങ്കിയായിട്ട് എന്തെങ്കിലും ചില ആളുകൾ പറയാറുണ്ട്. ചില ആളുകൾ മീനാക്ഷി ലളിത ത്രിപുര സുന്ദരിയാന്ന് പറയാറുണ്ട്. ചില ആളുകൾ മാതങ്കിയായിട്ടാണ് അതിന് ബന്ധം പറയാറുള്ളത്. മാതങ്കി തത്ത വാക്കിൻ്റെ പ്രതീകമായിക്കൊണ്ടാണ് തത്തയെ കാണുന്നത്. അവിടെ മാതങ്കി പച്ചനിറം, മരതകശ്യാമ, ഒരു കദംബ വൃക്ഷമുണ്ട്, കദംബവൃക്ഷം,
അതൊക്കെ അവിടെ മാതംഗി. അവിടെ ക്ഷേത്രവൃക്ഷം കദംബാണല്ലോ. സ്ഥലവൃക്ഷം കദംബമാണ്. സ്ഥലവൃക്ഷം കദംബാണ്. അപ്പം അതുകൊണ്ട് മാതംഗിയാണെന്ന് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് മീനാക്ഷിയെ. ഇനി ഒരു ദേവത കൂടി അവശേഷിക്കുന്നുണ്ട്, കമലാത്മിക. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇത് താന്ത്രിക സരസ്വതിയാണ് മാതംഗി എങ്കിൽ താന്ത്രിക ലക്ഷ്മിയാണ് കമലാത്മിക. അപ്പം കമലാത്മിക എന്താണ്? കമലാത്മികയുടെ പ്രഭാവം എന്ന് ചോദിച്ചാൽ ഐശ്വര്യമാണ്. ജീവിതത്തിൽ സമഗ്രമായ ഐശ്വര്യം സംഭവിക്കുന്നു എന്നുള്ളത് കമലാത്മികയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ കമലയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ, ആ അനുഗ്രഹ ശക്തിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതം എല്ലാ തരത്തിലും ആത്മീയമായും ശാരീരികമായും മാനസികമായും ഈ പറഞ്ഞതുപോലെ വൈകാരികമായും വൈചാരികമായും സാമൂഹികമായും കൗടുംബികമായിട്ടൊക്കെ ഒരാൾക്ക് ഐശ്വര്യം വന്ന് ഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ മേലെ കമലയുടെ ഒരു നോട്ടം വന്ന് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരുകാലും മുകളിലായിക്കൊണ്ട് യോഗത രൂപത്തിലിരിക്കുന്ന, യോഗത്തെ പ്രദാനം ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ഭാവമായിട്ട് കൊണ്ട് കമലാത്മികയെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അനുഗ്രഹ തത്വത്തിൽ കമലാത്മികയെ നമുക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കമലയുടെ ക്ഷേത്രം, കമലയായിട്ട് തന്നെയുള്ള ക്ഷേത്രങ്ങൾ നമുക്കുണ്ടോ? മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് ഒരു ക്ഷേത്രം കമലയായിട്ട് കമലയുടെ രൂപത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. മൂകാംബിക ദേവി തന്നെ കമലയാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ആ രൂപത്തിൽ നോക്കുമ്പോൾ അവിടെ മാതംഗിയെ കാണാൻ ലക്ഷ്മി എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, സരസ്വതി എന്ന് പറയാറുണ്ട്, കാളി എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കാളി, സരസ്വതി, ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഇത് മൂന്നും നമുക്ക് ദശമഹാവിദ്യകളുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ 10 ദേവതകളെയും പറഞ്ഞപ്പോൾ പല വ്യത്യസ്ത വികാരങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ സൃഷ്ടിക്കാനുള്ള ത്വര, സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കാനുള്ള ത്വര, ദുഃഖം വരുന്നുണ്ട് ധൂമാവതി എത്തുന്ന സമയത്ത്, ഐശ്വര്യം, ഏറ്റവും സന്തോഷത്തോടു കൂടിയിരിക്കുന്നത്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാവുന്ന ഒരവസ്ഥയല്ലേ? എവിടെ കാണാവുന്നതെന്നാണ് ചോദ്യം. കാണാവുന്നത് സ്ത്രീകളിലാണ്. ഒരു സ്ത്രീയുടെ 10 ഭാവമാണ് 10 മഹാവിദ്യകൾ. ഒരു സ്ത്രീയുടെ ഗർഭകാലം, ആ സ്ത്രീയുടെ ഗർഭാനന്തരകാലം, ഗർഭപൂർവ്വകാലം, സൃഷ്ടി ത്വരയുള്ള സൈക്കിൾ എന്ന് നോക്കിയാൽ സൃഷ്ടിക്കാൻ ത്വരയുള്ള കാലമുണ്ട്. അതായത് പുരുഷ ബീജത്തെ ആഗ്രഹിക്കുന്ന കാലം, അത് കാളികയുടെ, താരയുടെ, ഭുവനേശ്വരിയുടെ ഒക്കെ കാലമാണ്. സൃഷ്ടിക്കാൻ ത്വരയുള്ള കാലം, അല്ലെങ്കിൽ അതിന് ജന്മം കൊടുക്കാൻ ത്വരയുള്ള കാലം, അത് ഭുവനേശ്വരിയുടെയും ഈ പറഞ്ഞ പോലെ ലളിതാ ത്രിപുരസുന്ദരിയുടെയും കാലമാണ്. അതേ സമയത്ത് തന്നെ ഇതിന് ശേഷം വരുന്നൊരു കാലമുണ്ട്, പ്രസവാനന്തരം വരുന്നൊരു കാലം. അത് പ്രസവാനന്തരം വരുന്നുണ്ട്, അണ്ട വിസർജനത്തിന് ശേഷം വരുന്നുണ്ട്. അണ്ടവിസർജനം എപ്പോഴാണ് സംഭവിക്കുന്നത്? അണ്ടവിസർജനം മാസം തോറുമുള്ള മാസമുറ കാലത്താണ് സംഭവിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള PMS എന്നൊക്കെ പറയുന്ന സമയം, പോസ്റ്റ് മെൻസ്ട്രൽ സിൻഡ്രോം, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, ഇത് രണ്ടും നമുക്ക് കാണാം. ആ സമയത്ത് ഒരാൾ സംസാരിക്കുന്ന പോലും കേൾക്കാൻ ഇഷ്ടമല്ല, മിണ്ടാതിരിക്കാനൊക്കെ പറയും, ബകലയാണ്, തലയടിച്ച് പൊളിക്കാൻ തോന്നും, ചിന്നവസ്ഥയാണ്. അതേ ആൾ തന്നെ ഏറ്റവും നല്ല ഒരാളായിക്കൊണ്ട് പഠിക്കാൻ താല്പര്യം കാണിക്കുക, പാടാൻ താല്പര്യം കാണിക്കുക, എഴുതാൻ താല്പര്യം കാണിക്കുക, ഇങ്ങനൊരു കാലഘട്ടം മാതംഗിയുടെ കാലമുണ്ട്. ആ ആൾ തന്നെ ഐശ്വര്യത്തിനായിക്കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക, അങ്ങനൊരു കാലമുണ്ട്. അങ്ങനെ നോക്കിയാൽ സാധാരണ നിലയ്ക്ക് ഒരു സാധാരണ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ, ഒരു അമ്മയുടെ, ഭാര്യയുടെ, പെങ്ങളുടെ ഒക്കെ ഒരു സൈക്കിൾ, 10 സൈക്കിളാണ്. ഈ പറയുന്ന 10 ഭാവങ്ങളിലൂടെ പോകുന്ന ഒരു സൈക്കിളാണ് ദശമഹാവിദ്യ എന്ന് സാധാരണ നിലയ്ക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു സാധകൻ ഒരു ദേവതയാണോ ഉപാസിക്കേണ്ടത്, അതോ തൻ്റെ ഒപ്പമുള്ള ഇണയാണോ? സാധകൻ ദേവതയാണ് ഉപാസിക്കുന്നത്. ആ ദേവതയെ നമ്മുടെ കൂടെയുള്ള ആളിൽ ആരോപിച്ചുകൊണ്ടാണ് ഉപാസിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അത് ദേവതയാണ് ഉപാസിക്കുന്നത് തീർച്ചയായിട്ടും. അത് ആരോപിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളിലാണ്. ആ ആരോപിക്കപ്പെടുന്നത് പിന്നെ എന്തായി മാറുന്നു? അത് തമ്മിൽ ഭേദമില്ലാത്ത അവസ്ഥ സംജാതാവുന്നു. അതാണ് സാധന. നമ്മളിത് പറഞ്ഞത് മുഴുവൻ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ഇതൊരു മെയിൽ കേസാണ്. ഒരു സ്ത്രീയാണ് ദശമഹാവിദ്യ സാധന ചെയ്യുന്നതെങ്കിൽ അവർ എങ്ങനെയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത്? സ്ത്രീയാണെങ്കിലും അവർ ഇതിപ്പം നമ്മൾ റിസീവിങ് എൻഡിൽ നിന്നിട്ട്, സ്വീകരിക്കുന്ന എൻഡിൽ നിന്നിട്ടാണ് സംസാരിച്ചത്. സ്വീകർത്താവായിട്ടാണ് സംസാരിച്ചത്, ദാതാവായിട്ടല്ല. സ്ത്രീ നോക്കുന്ന സമയത്ത് ദാതാവായിട്ടാണ്. അതായത് സാധാരണ നിലയ്ക്ക് തന്ത്രത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. സ്ത്രീ ഒരു വിളനിലവും പുരുഷൻ ഒരു ഒരു ബീജ നിക്ഷേപകനുമാണ്. ദാതാവ് ആരാണ്? ദാതാവ് അവിടെ പുരുഷനാണ്. യോനി ദാതാവിൻ്റെ അടുത്ത് നിന്ന് ദാനം മേടിക്കുന്നതാണ്. എന്ത്? ബീജത്തെ. അതുകൊണ്ട് ലോകം മുഴുവൻ യോനിയെ അല്ലെങ്കിൽ ഗർഭത്തെ എന്തായിട്ടാണ് കണ്ടിട്ടുള്ളത്? ഒരു ദാനം, ബീജദാനം എന്നാ പറയുക അല്ലേ? ബീജാവാപം,
അപ്പോൾ വപനം എന്നുള്ള പ്രക്രിയയാണ്. വപനം എന്ന് പറഞ്ഞ പ്രക്രിയ എന്താ? വിതയ്ക്കലാണ്, അല്ലെങ്കിൽ അത് നടലാണ്. അത് ചെയ്യാനൊരു നടീലുകാരുണ്ട്. തന്ത്രം അതിന് തിരിച്ചാണ് കാണുന്നത്. തന്ത്രം സ്ത്രീയുടെ ധാനായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ബീജത്തെ, ആ സ്വരൂപത്തെ വെക്കാനുള്ള പാത്രം ആയിക്കൊണ്ട്, പാത്രത എന്നൊരു വാക്കുണ്ടല്ലോ സംസ്കൃതത്തിൽ. പാത്രത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യോഗ്യത എന്നാണ് അർത്ഥം, അല്ലേ? അതിനുള്ള പാത്രത ഉണ്ടാവണം, യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യമായിരിക്കുന്ന ഒന്നാണ് യോനി. അതിന് യോഗ്യമായിരിക്കുന്ന യോനി, ആ യോഗ്യമായിരിക്കുന്ന യോനിയിലേക്ക് ഇത് നിക്ഷേപിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് സ്ത്രീ ചെയ്യുന്നത്. അതുകൊണ്ട് ദാതാവിൻ്റെ സ്ഥാനത്ത് ഇവിടെ സ്ത്രീയാണ്. അതുകൊണ്ട് തന്ത്രം അതിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. തന്ത്രം പുരുഷനെ സ്വീകർത്താവും സ്ത്രീയെ ദാതാവുമായിട്ടാണ് കാണുന്നത്. പുരുഷന് ദാനം ചെയ്യാനായിട്ട് സ്ത്രീ ഒരു അവസരം കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ തന്ത്രത്തിന്റെ കോൺസെപ്റ്റിൽ സ്ത്രീയാണോ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്? ശാക്തതന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അമ്മയാണ് എല്ലാം. ഈ ഒരു സൗന്ദര്യലഹരിയിലൊരു ശ്ലോകം ഉണ്ട്, ലൗഹിത്യ നിർജിത ജപാകുസുമാൻ, കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ അർദ്ധനാരീശ്വരൻ തുല്യതയാണ്, അല്ലേ? ഒരു ഭാഗം വെളുപ്പും ഒരു ഭാഗം ചുവപ്പുമാണ്. വെളുപ്പ് എന്താണ്? വെളുപ്പ് ശുക്ലമാണ്. ചുവപ്പ് എന്താണ്? ചുവപ്പ് രക്തമാണ്. രക്തശുക്ലങ്ങൾ ചേർന്നാണ് ജീവൻ ഉണ്ടാവുന്നത്, അല്ലേ? രക്തശുക്ല പ്രഭാമിശ്രം. ഒരു ജീവൻ എന്താണെന്ന് വെച്ചാൽ രക്തശുക്ല പ്രഭാമിശ്രമാണ്. പ്രപഞ്ചം എന്താണെന്ന് വെച്ചാൽ രക്തശുക്ല പ്രഭാമിശ്രമാണ്, ശിവശക്തിയാത്മകമാണ്. അതുകൊണ്ട് ഒരു ഭാഗം വെളുപ്പും ഒരു ഭാഗം ചുവപ്പുമാണ് സത്യത്തിൽ. പക്ഷേ സാധകൻ, ശാക്തനാണ് സാധകനെങ്കിൽ, ശക്തി ഉപാസനയാണ് ചെയ്യുന്നതെങ്കിൽ, അയാൾ നോക്കുമ്പം രക്തച്ചവി വെളുപ്പിലേക്ക് കലർന്ന് വെളുപ്പ് കാണാതെ ഇതിന് ലൗഹിത്യവർണ്ണം, ഒരു പിങ്ക് നിറമായിട്ടുണ്ട്. ഏതാണ്ട് ലൗഹിത്യ വർണ്ണത്തിലെ ചെമ്പിൻ്റെ ഒക്കെ പോലത്തെ ഒരു നിറത്തിലേക്ക്, ചുവപ്പും വെളുപ്പും ചേർന്ന ഒരു നിറത്തിലേക്ക്, അതിൽ ചുവപ്പ് കുറച്ച് അതിക്രമിച്ച് നിൽക്കുന്നോ എന്ന് പോലും തോന്നുന്നു. അപ്പോൾ ശാക്തനായ ഒരു സാധകനെ സംബന്ധിച്ച് വാസ്തവത്തിൽ സ്ത്രീ തന്നെയാണ് ഏറ്റവും മേലെ നിൽക്കുന്നത്. ശൈവർക്കും നേരത്തെ പറഞ്ഞ പോലെ അമ്മ തന്നെയാണ് അതിൻ്റെക്കുള്ള മാർഗം എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സമസ്ത പ്രപഞ്ചത്തിലും ഒരു റിവേഴ്സിംഗ് ആണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ നോക്കുന്ന സമയത്തും ജീവജാലങ്ങളിൽ നോക്കുന്ന സമയത്ത് പുരുഷനൊരു മേൽക്കൈ ഉണ്ട്. ആ മേൽക്കൈ വാസ്തവത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന. ശാസ്ത്രമാണ് പറയുന്നത്, തന്ത്രമല്ല. എല്ലാവരും പറയുമ്പോൾ പറയാറുണ്ട്, പൊതുവേ പുരുഷന്മാർ സ്ത്രീകളെ കളിയാക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ, സ്ത്രീക്കല്ല എന്നാണ് പുരുഷന്മാർ പൊതുവേ പറയാറുള്ളത്, അല്ലേ? അങ്ങനെ ഒരു ധാരണ. അപ്പോൾ അതിന് ഉദാഹരണം പറയാ, ജീവലോകത്തേക്ക് നോക്കൂ. ആനയെ നോക്കൂ, ആനയ്ക്ക് കൊമ്പ്. സിംഹത്തെ നോക്കൂ, സിംഹത്തിന് ജട. മയിലിനെ നോക്കൂ, മയിലിന് ഭംഗിയുള്ള പീലി. അതേസമയത്ത് ഒരു പെൺമയിലിന് പീലി മോശമാണ്, കാണാൻ ഭംഗി കുറവാണ്. ആൺമയിലിനെ അപേക്ഷിച്ച് പെൺമയിലിന് കാണാൻ ഭംഗി കുറവാണ്. പൂവൻകോഴി അപേക്ഷിച്ച് പിടക്കോഴി കാണാൻ ഭംഗി കുറവാണ്. കൊമ്പനാനയെ അപേക്ഷിച്ച് പിടിയാന ഭംഗി കുറവാണ്. സിംഹത്തെ അപേക്ഷിച്ച് ഭംഗി കുറവാണ്, സടയൊന്നുമില്ല. ഇതൊരു മേന്മയായിട്ടാണ് പുരുഷന്മാർ പറയാറുള്ളത്. പക്ഷേ ബയോളജിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് മേന്മയാണോ എന്നുള്ളതാണ് ചോദ്യം. വാസ്തവത്തിൽ എന്താ കാര്യം? സെക്ഷുവൽ സെലക്ഷൻ, ലൈംഗിക നിർദ്ധാരണം നടത്താനുള്ള ശേഷി സ്ത്രീകൾക്കാണ്, അല്ലെങ്കിൽ ആ കഴിവ് സ്ത്രീകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുള്ളത്. അതുകൊണ്ട് പുരുഷൻ പലവിധ അഭ്യാസങ്ങളും കാണിച്ചിട്ടാണ് ഒരു ഇണയെ എന്താ പറയുക കൂടെ ആകർഷിക്കുന്നത്. ഈ ആൽഫ മെയിലുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളിൽ ജയിക്കുന്നതിനെയാണ് സ്ത്രീ ഇണ സ്വീകരിക്കുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ മയിലിന് വർണ്ണമയമായ മയിൽപ്പീലി വെച്ച് ഈ ഡാൻസ് ചെയ്താലേ ഈ പെൺമയിൽ തിരിഞ്ഞു നോക്കുള്ളൂ. അതിൽ തന്നെ ഡാൻസ് മോശമായതും കാണാൻ ഭംഗിയില്ലാത്ത മയിലുകളെയും പെൺമയിൽ റിജക്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഉണ്ടാവാത്തതെന്നാണ് ശാസ്ത്രീയമായിട്ട് എവല്യൂഷൻ നോക്കുമ്പോൾ പറയാൻ പറ്റുക. ഈ കാര്യത്തെ ഒന്ന് തിരിച്ചാണ് തന്ത്രം കാണുന്നത്. തന്ത്രം ഇതേ പ്രിൻസിപ്പിളിനെ എടുക്കുന്നു. അതേസമയത്ത് ഇവിടെ നമ്മുടെ ഭാരതീയ സംവിധാനങ്ങളിൽ പണ്ട് മുതലേ അങ്ങനെ സ്വയംവരം സ്ത്രീയാണ് സെലക്ട് ചെയ്യുന്നത്. കല്യാണത്തിന് മാല ഇടുമ്പം സ്ത്രീയാണ് മാല ഇടുന്നത്, അല്ലേ? ആദ്യത്തെ മാല ഇടുന്നത് സ്ത്രീയാണ് മാല ഇടുന്നത്. പുരുഷനെ വരിക്കപ്പെടുന്നവനാണ് വരൻ, വരിക്കുന്നവനല്ല വരൻ, വരിക്കപ്പെടുന്നവനാണ് വരൻ. അപ്പോൾ വരനെ സ്വീകരിക്കുന്നത് വധുവിൻ്റെ എന്താ പറയുക ഒരു ചോയ്സാണ്. ആ ചോയ്സിനെ തന്ത്രം അതേപോലെ സ്വീകരിക്കുന്നു. അപ്പോൾ ദാതാവ് ആ അവസരം കൊടുക്കുന്നത് സ്ത്രീയാണ്, സ്വീകരിക്കുന്ന റോൾ എടുക്കുന്നത് സ്ത്രീയാണ്. അപ്പോൾ ആ തീരുമാനം സ്ത്രീയുടെയാണ്. തന്ത്രം അതിനെ അതേപോലെയാണ് കാണുന്നത്.
നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ കുറേ മന്ത്രവും യന്ത്രങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു ഭീകര സാധനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അത് വളരെ പ്രാക്ടിക്കലായി തീരുന്നതാണ് കാണുന്നത്. തന്ത്രത്തിലെല്ലാം അങ്ങനെയാണ്. തന്ത്രം മനുഷ്യൻ്റെ ജീവസ്പർശിയായി മനുഷ്യൻ്റെ ജീവിതത്തെ സമഗ്രമായിട്ട് ഇടപെടുന്ന ഒന്നാണ് തന്ത്രം. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാവും. അതിലെല്ലാ കാര്യങ്ങളും തന്ത്രത്തിൽ രതി ഉണ്ടാവും. തന്ത്രത്തിൽ ഷഡ്കൃത്യങ്ങളില്ലേ ഉണ്ടാവും. തന്ത്രത്തിൽ അങ്ങനെ വശ്യം ഉണ്ടാവും, മാരണം ഉണ്ടാവും. ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് എല്ലാം തന്ത്രം കൈകാര്യം ചെയ്യും. അത് എന്തോ ഒരു മനുഷ്യന് അപ്രോച്ചബിൾ അല്ലാത്ത, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറയുന്നത് രണ്ട് കാരണം കൊണ്ടാവും. ഒന്ന്, ഒരു കുത്സിത ചിന്തയാണ്, ഇത് വളരെ കുറച്ച് പേര് മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്നുള്ള ചിന്ത. രണ്ട്, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞത. ഈ രണ്ട് കാരണങ്ങളല്ലാതെ ഒരു മനുഷ്യനും തന്ത്രത്തെ ഭീതി വ്യാപാരത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരുപാട് സന്തോഷം ദശമഹാവിദ്യയെ ഇത്ര ലളിതമായിട്ട് മനസ്സിലാക്കി തന്നതിന്. തഥാഗത നോട്ടിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാഡമിയും ശിവം മാസികയും ചേർന്ന് അവതരിപ്പിച്ച ഈ ശിവം ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.